നമസ്കാരം. പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. രാഹുൽ ഗാന്ധി ഉയർത്തിവിട്ട വോട്ട് മോഷണത്തിലൂടെ ബി.ജെ.പി. വീണ്ടും അധികാരത്തിലെത്തിയെന്ന ആരോപണം കോൺഗ്രസ് ഉൾപ്പെടെ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും കൊള്ളുകയാണ്. ഒന്നിന് പിന്നാലെ മറ്റൊന്നായി ഇരട്ട വോട്ടും വ്യാജ വോട്ടുമൊക്കെ ഉയർന്നു വരികയാണ്. ഇതിൽ കോൺഗ്രസ് എന്നോ ബി.ജെ.പി. എന്നോ CPM എന്നോ വ്യത്യാസമില്ല. തൃശൂരിൽ സുരേഷ് ഗോപിയുടെ വിജയം ഇപ്പോഴും ഉൾക്കൊള്ളാനാവാത്ത UDF-ഉം LDF-ഉം വ്യാജ വോട്ടിലൂടെ ജയിച്ചുവെന്നാണ് വീണ്ടും പറയുന്നത്. വ്യാജവിലാസത്തിൽ പേര് ചേർത്ത് വോട്ട് ചെയ്തവരിൽ സുരേഷ് ഗോപിയും കുടുംബവും. 64,000 വോട്ടിന്റെ തിളങ്ങുന്ന വിജയത്തെയാണ് വോട്ടർ പട്ടികയിലെ ക്രമക്കേടിന്റെ പേരിൽ ചോദ്യം ചെയ്യുന്നതെങ്കിലും ആരോപണം അന്വേഷിക്കേണ്ടതാണ്. ഇതുവരെ CPM-ന് എതിരെയാണ് കോൺഗ്രസ് കള്ളവോട്ട് പരാതി ഉന്നയിച്ചിട്ടുള്ളതെങ്കിൽ സുരേഷ് ഗോപിയുടെ കാര്യത്തിൽ മുന്നണി വ്യത്യാസമില്ലാതെ യോജിപ്പാണ്. സുരേഷ് ഗോപിയുടെ MP ഓഫീസ് ആക്രമിച്ച് CPM ബി.ജെ.പിക്ക് രാഷ്ട്രീയ ആയുധവും നൽകുമ്പോൾ സുരേഷ് ഗോപി മൗനത്തിൽ. പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു. സുരേഷ് ഗോപിയെ വ്യാജനാക്കാനുള്ള നീക്കം വിജയിക്കുമോ? ഡിബേറ്റിൽ ശ്രീ A. സമ്പത്ത്, ശ്രീ യുവരാജ് ഗോകുൽ, ശ്രീ സേനാപതി വേണു എന്നിവരാണ് ചേരുന്നത്. തൃശൂരിൽ സുരേഷ് ഗോപി ജയിച്ചത് വ്യാജ വോട്ടുകൾ വോട്ടർ പട്ടികയിൽ ചേർത്ത് അങ്ങനെയാണ് എന്നുള്ള ആരോപണമാണ് UDF-ഉം LDF-ഉം ഉന്നയിക്കുന്നത്. ഇതേക്കുറിച്ചുള്ള പരാതി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെയാണ് ക്രിമിനൽ നടപടികളുമായി മുന്നോട്ട് പോകുവാനുള്ള UDF-ന്റെയും LDF-ന്റെയും തീരുമാനം. അതിനിടെ പരാജയപ്പെട്ട VS സുനിൽകുമാറിനോട് സത്യവാങ്മൂലം നൽകാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യപ്പെട്ടതിനെതിരെ അദ്ദേഹവും രംഗത്തെത്തിയിട്ടുണ്ട്. അതേസമയം കോൺഗ്രസ് ഈ വിഷയം ശക്തമായി ഉന്നയിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇതിന് മറുപടിയായി BJP ഇന്ന് തൃശൂരിൽ കമ്മീഷണർ ഓഫീസിലേക്ക് മാർച്ച് നടത്തുകയുണ്ടായി. രാജീവ് ചന്ദ്രശേഖറും K. സുരേന്ദ്രനുമൊക്കെ ഇക്കാര്യത്തിൽ പ്രതികരിച്ചു. പക്ഷേ സുരേഷ് ഗോപി ഇക്കാര്യത്തിൽ ഇപ്പോഴും മൗനം പാലിക്കുകയാണ്. അതിനിടെയാണ് തൃശൂരിൽ സുരേഷ് ഗോപിയുടെ MP ഓഫീസിന് നേരെയുള്ള ആക്രമണം അത് രാഷ്ട്രീയ ആയുധമാക്കി മാറ്റുകയാണ് BJP. ഇപ്പോൾ MP ഓഫീസിന്റെ ബോർഡിൽ കരിയോയിൽ ഒഴിച്ചതും ചെരുപ്പുമാല ഇട്ടതും CPM-കാരാണ്. അതിലൊരു CPM പ്രവർത്തകൻ കസ്റ്റഡിയിലായിരുന്നു. പക്ഷേ ആ CPM പ്രവർത്തകനെ നേതാക്കൾ ഇടപെട്ട് പ്രവർത്തകർ ഇടപെട്ട് മോചിപ്പിച്ചു കൊണ്ടുപോകുന്നതും ഇന്നലെ കണ്ടതാണ്. ഇതിനെതിരെയുള്ള പ്രതിഷേധമാണ് ഇന്ന് തൃശൂരിൽ BJP നടത്തിയത്. TN പ്രതാപൻ ഇതേക്കുറിച്ച് പ്രതികരിച്ചിരുന്നു. എന്താണ് അവർ തൃശൂരിൽ ഉന്നയിക്കുവാൻ ആഗ്രഹിക്കുന്നത്, സുരേഷ് ഗോപി ഏത് രീതിയിലാണ് ജയിച്ചത് എന്നതിനെക്കുറിച്ച് തൃശൂരിൽ കോൺഗ്രസ് ഉന്നയിക്കുന്നത് ഈ കാര്യങ്ങളാണ്. വ്യാജ മേൽവിലാസത്തിൽ വോട്ടുകൾ ചേർത്തു പോലെയുള്ള ആരോപണങ്ങൾ. അതിൽ സുരേഷ് ഗോപിക്കും കുടുംബത്തിനും പോലും തൃശൂരിൽ വോട്ടുണ്ടായിരുന്നു, അവിടെ 6 മാസം താമസിക്കാത്തയാളാണ് തുടങ്ങിയ ആരോപണങ്ങളാണ് കോൺഗ്രസ് ഉന്നയിക്കുന്നത്. TN പ്രതാപന്റെ പ്രതികരണം ആദ്യം കേൾക്കാം. വോട്ടർ തുടർച്ചയായി 6 മാസം അതേ റെസിഡൻസിൽ താമസിച്ചു എന്ന് കൊടുത്ത വ്യാജ സത്യവാങ്മൂലം മൂലം വോട്ട് ഉണ്ടായതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ നോമിനേഷൻ കൊടുത്തത്. അതിനർത്ഥം അദ്ദേഹത്തിൻ്റെ വോട്ട് അസാധുവാണ്, വ്യാജമാണ്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഈ പേരിൽ ക്രിമിനൽ കേസ് എടുക്കണം, വോട്ട് റദ്ദാക്കണം. ഇത് സംബന്ധിച്ച് ഞങ്ങൾ നേരത്തെ ഇലക്ഷൻ കമ്മീഷൻ പരാതി കൊടുത്തിരുന്നു. പക്ഷെ അന്ന് ആ പരാതി വേണ്ട പോലെ ജില്ലാ ഇലക്ഷൻ ഓഫീസറായ ജില്ലാ കളക്ടർ പരിഗണിച്ചിരുന്നില്ല. ഇപ്പോൾ ഞങ്ങളത് ക്രിമിനൽ കേസ് എടുക്കണമെന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ കേന്ദ്ര ഇലക്ഷൻ കമ്മീഷണർക്കും സംസ്ഥാന ഇലക്ഷൻ ഓഫീസർക്കും ഞങ്ങൾ ഇതേ പരാതി തന്നെ നൽകുന്നുണ്ട്. VS സുനിൽകുമാറും ഈ വിഷയം ശക്തമായി തന്നെ ഉന്നയിക്കുകയാണ്. അദ്ദേഹത്തിന്റെ വാക്കുകൾ കൂടി കേൾക്കാം. 24 പാരഗ്രാഫുള്ള ഒരു വിശദമായ മറുപടി ഞാൻ കൊടുത്തിട്ടുണ്ട്. ഒന്നാമത് ഇലക്ഷൻ കമ്മീഷന് ഇങ്ങനെ ഒരു ഫ്രോഡ് നടന്ന സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു നോട്ടീസ് കൊടുക്കാനുള്ള അധികാരം ഇലക്ഷൻ കമ്മീഷൻ നിയമപ്രകാരമില്ല. ആ നിയമത്തിന് വിരുദ്ധമായിട്ടാണ് ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ രാഹുൽ ഗാന്ധിക്കാണെങ്കിലും ഇപ്പോൾ എനിക്കാണെങ്കിലും ഇങ്ങനെ ഒരു നോട്ടീസ് തന്നിരിക്കുന്നത്. ഞാൻ ആവശ്യപ്പെട്ടിരിക്കുന്ന ഒരു കാര്യം 22/1/2024 വോട്ടർ പട്ടിക പുറത്തിറങ്ങിയ ശേഷം 4/4/2024 മറ്റൊരു വോട്ടർ പട്ടിക കൂടി പുറത്തിറങ്ങിയിട്ടുണ്ട്. ഈ കാലഘട്ടത്തിലെ വോട്ടർമാരെ ചേർക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിയമപ്രകാരം പാലിക്കേണ്ടതായിട്ടുള്ള യാതൊരു നടപടികളും സ്വീകരിക്കാതെയാണ് ആ നിയമ നടപടിയെ സംബന്ധിച്ചുള്ള പ്രൊസീഡിംഗ്സ് ഏതൊക്കെയാണെന്നുള്ളത് ഞാൻ കൊടുത്തിരിക്കുന്ന വിശദീകരണത്തിൽ വളരെ വിശദമായി പറഞ്ഞിട്ടുണ്ട്. ഇതാണ് VS സുനിൽകുമാർ വിശദീകരണം നൽകിയതിനെക്കുറിച്ച് പറഞ്ഞത്. അത് മാത്രമല്ല, സുനിലിനോട് ഒരു സത്യവാങ്മൂലം നൽകുവാനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതിനെതിരെയും സുനിൽ പ്രതികരിക്കുകയായിരുന്നു. അതേസമയം BJP ഇന്ന് പ്രതിഷേധ മാർച്ച് നടത്തുന്നതിന് മുൻപ് K. സുരേന്ദ്രൻ ഈ വിഷയത്തിൽ പ്രതികരിച്ചിരുന്നു. സുരേഷ് ഗോപി പക്ഷേ മാധ്യമങ്ങൾക്ക് മുന്നിൽ മൗനം പാലിക്കുകയാണ് ഉണ്ടായത്. സുരേന്ദ്രന്റെ പ്രതികരണത്തിലേക്ക് പാർട്ടി എങ്ങനെയാണ് ഈ വിഷയത്തെ നേരിടാൻ പോകുന്നത്, ഇതാണ് സുരേന്ദ്രൻ പറഞ്ഞത്.
2029 ഉണ്ടാവും, 2034 സുരേഷ് ഗോപി ഇവിടെ തന്നെ ഉണ്ടാവും. ഇനിയും വോട്ട് ചേർക്കും, ഇനിയും ജയിക്കും. കൂറുനാലികൾ ഓലിയിടുക, നെറ്റിപ്പട്ടം കെട്ടിയ ഗജവീരൻ ഇവിടെ തന്നെ ഉണ്ടാവും. ഇവിടെ തന്നെ ഉണ്ടാവും. ആവശ്യത്തിന് വിടും. പാർട്ടിയല്ലല്ലേ, പാർട്ടി പറയേണ്ട കാര്യങ്ങൾ പാർട്ടി പറയും. അതിനാണല്ലോ ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത്. പാർട്ടിയാണ് തെരഞ്ഞെടുപ്പ് നടത്തിയത്. അത് സംബന്ധിച്ച് എന്ത് സംശയം ഉണ്ടെങ്കിലും ഞങ്ങൾ പാർട്ടിക്കാരായിട്ടുള്ള ആൾക്കാരോട് നിങ്ങൾക്ക് ഏത് സംശയവും ചോദിക്കും, മറുപടി അതൊക്കെ ആവശ്യമുള്ളപ്പോൾ അദ്ദേഹം വിളിക്കും. ഞാൻ ഒരു കാര്യം മാത്രം നിങ്ങളോട്, ഒറ്റ കാര്യം ഞാൻ പറയാം നിങ്ങളോട്. സുരേഷ് ഗോപിക്കെതിരെ നിങ്ങൾ എന്തെല്ലാം UDF-ഉം LDF-ഉം എന്തെല്ലാം പറഞ്ഞിട്ടുണ്ടോ, ബൂമറാങ് പോലെ അതൊക്കെ തിരിച്ചടിക്കാം. ഇതും ഞാൻ പറയുന്നു, സുരേഷ് ഗോപിക്ക് അദ്ദേഹത്തിന്റെ ജനപിന്തുണ വർദ്ധിക്കാൻ മാത്രമേ ഈ ആരോപണങ്ങൾ ഉപകാരമായിട്ടുള്ളൂ എന്നാണ് എന്റെ. സുരേഷ് ഗോപിക്കെതിരെ മുൻപ് UDF-ഉം LDF-ഉം ഉന്നയിച്ച ആരോപണങ്ങൾക്ക് സമാനമാണ് ഇതെന്നും ആണ് BJP-യുടെ പ്രധാനപ്പെട്ട ആരോപണം. ശ്രീ A. സമ്പത്ത്, ഇതിപ്പോൾ സുരേഷ് ഗോപിക്കെതിരെ മുൻപും പല കാര്യങ്ങളും വന്നിരുന്നതാണ്. സുരേഷ് ഗോപി തൃശ്ശൂരിൽ നേടിയ വിജയം അത് ഞെട്ടിക്കുന്നതായിരുന്നു. ആ ഞെട്ടലിൽ നിന്ന് ഇതുവരെ UDF-ഉം LDF-ഉം മോചിതരായിട്ടില്ലേ? അതാണോ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വീണ്ടും വീണ്ടും ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്? 2 വോട്ടുകൾ, അതായത് ഇരട്ട വോട്ടുകൾ ഉണ്ട്. അതുപോലെ തന്നെ വ്യാജ ആയിട്ട് വോട്ടുകൾ ചേർത്തിട്ടുണ്ട്, വ്യാജ മേൽവിലാസത്തിൽ ചേർത്തിട്ടുണ്ട്. ഇതൊക്കെ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുൻപ് തന്നെ ഈ ആരോപണം വന്നിട്ടുള്ളതാണ്. അന്ന് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ച സമയത്ത് തന്നെ ഉണ്ടായതാണ്. പരാതികളും വന്നിട്ടുള്ളതാണ്. ഇത് തൃശ്ശൂരിൽ മാത്രമല്ല, സംസ്ഥാനത്തിന്റെ ഒട്ടുമിക്ക മണ്ഡലങ്ങളിലും ഇത് വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ സുരേഷ് ഗോപിയെ തെരഞ്ഞെടുപ്പിച്ച് ടാർഗറ്റ് ചെയ്ത് 64,000 വോട്ടിന്റെ വിജയത്തിളക്കം കുറയ്ക്കുകയാണോ നിങ്ങൾ ചെയ്യുന്നത്? ഇതിൽ എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഏത് ലക്ഷ്യം നേടാൻ പറ്റുമെന്നാണ്? മഞ്ജുഷേ, നമ്മുടെ രാഷ്ട്രത്തിൽ എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട് അവർ ചെയ്യേണ്ടതായിട്ടുള്ള കർത്തവ്യങ്ങൾ, ഭരണഘടന അനുസരിച്ചുള്ള ചുമതലകൾ നിർവഹിക്കുന്നതിലെ വീഴ്ചയും, അതുപോലെ തന്നെ ഇന്ത്യ ഗവൺമെന്റ് ഇപ്പോൾ അത് BJP-യുടെ കരങ്ങളിലാണ്. അങ്ങനെ ആ എക്സിക്യൂട്ടീവിന്റെ തീട്ടൂരമനുസരിച്ച് ജസ്റ്റ് ലൈക്ക് an adjunct ഓഫ് ദി BJP എന്നുള്ള നിലയിലോ, അല്ലെങ്കിൽ ഈ ഇന്ത്യ ഗവൺമെന്റിന്റെ തീവണ്ടിയിലെ ഒരു പാൻട്രി കാർ എന്ന വാഗൺ പോലെയോ പ്രവർത്തിക്കുന്നു എന്നുള്ള ആക്ഷേപം. അപ്പൊ അതിൽ തന്നെ ഞാനൊരു 2 മിനിറ്റ് ആദ്യമേ എടുത്തോട്ടെ. നമ്മുടെ ഈ 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടികളുമായി ബന്ധപ്പെട്ട് ആ തെരഞ്ഞെടുപ്പ് നടക്കുന്ന വേളയിൽ തന്നെ ഉണ്ടായത്. മുമ്പ് പലപ്പോഴും പല കാരണങ്ങളാൽ പലപ്പോഴും തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സംബന്ധിച്ച് പരാതികൾ ഉണ്ടായിട്ടുണ്ട്, പലരും ഉന്നയിച്ചിട്ടുണ്ട്. എന്നാൽ ഈ സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി, ഇന്ത്യ റിപ്പബ്ലിക് ആയതിനു ശേഷവും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രൂപീകരിക്കപ്പെട്ടതിന് ശേഷവും ആദ്യമായി ഇത്തരത്തിൽ വ്യാപകമായ പരാതികൾ ഉണ്ടാവുകയാണ്. ആ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഭരണഘടനാദത്തമായ അധികാരങ്ങൾ ആണ് ഉപയോഗിക്കേണ്ടത്. ഇന്ത്യയുടെ ഭരണഘടനയിലെ പാർട്ട് 15 ഭാഗം 15-ലാണ് ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സംബന്ധിച്ച് പ്രതിപാദിക്കുന്നത്. എങ്ങനെയാണ് നിയമനം, എങ്ങനെയാണ് നീക്കം ചെയ്യൽ, അവരുടെ ചുമതലകൾ എന്തൊക്കെയാണ്, അവരുടെ ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണ്, ഇക്കാര്യങ്ങൾ പിന്നീട് നമ്മുടെ ജനപ്രാതിനിധ്യ നിയമത്തിലും അതുമായി ബന്ധപ്പെട്ട ചട്ടങ്ങളിലും പ്രതിപാദിക്കുന്നതനുസരിച്ച് കാര്യങ്ങൾ നടക്കണം. അതിൽ ആർക്കും ഒരു തർക്കം ഉണ്ടാവാൻ സാധ്യതയില്ല. ഇക്കാര്യത്തെ സംബന്ധിച്ചുള്ളതിൽ നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു കോടതിയല്ല എന്നുള്ളത് മനസ്സിലാക്കണം. ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള കാര്യം എന്നുള്ളത്, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ കഴിഞ്ഞ 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പ് പല ഘട്ടങ്ങളായി നടത്തിയപ്പോൾ BJP-യുടെ നേതാക്കൾ, വിശിഷ്യ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നടത്തിയതായിട്ടുള്ള വംശീയ വെറി വമിപ്പിക്കുന്നതായിട്ടുള്ള വിദ്വേഷ പ്രസംഗങ്ങൾ, അതിനെ സംബന്ധിച്ച് പ്രതിപക്ഷ പാർട്ടികൾ പലതവണ ചൂണ്ടിക്കാട്ടിയിട്ടും അതിന് സമയോചിതമായ ഇടപെടലുകൾ ഉണ്ടായില്ല. യജമാനന്റെ മുൻപിൽ പഞ്ചപുച്ഛമടക്കി നിൽക്കുന്ന ഒരു കാവൽ നായ ഇതിനേക്കാൾ മെച്ചമാണ് എന്ന് പറയുന്നതിൽ എന്നോട് ദയവായി ക്ഷമിക്കണം. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. 2025 ആണ്ട് മെയ് മാസം 10-ാം തീയതി CPIM-ന്റെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള സഖാവ് MA ബേബിയും പൊളിറ്റ് ബ്യൂറോ അംഗമായിട്ടുള്ള സഖാവ് നിലോൽപൽ ബാസുവും CPIM-ന്റെ ഒരു വിശദമായ നിവേദനം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടും തെരഞ്ഞെടുപ്പ് പ്രക്രിയയുമായി ബന്ധപ്പെട്ടും തെരഞ്ഞെടുപ്പിൽ പണത്തിന്റെ സ്വാധീനത്തെ സംബന്ധിച്ചും തെരഞ്ഞെടുപ്പിൽ അത് സമൂലമായ പരിഷ്കരണം ആവശ്യപ്പെട്ടുകൊണ്ടും അങ്ങനെ നൽകിയതായ ഒരു നിവേദനമുണ്ട്. മഞ്ജുഷ് ഒന്ന് അന്വേഷിച്ച് നോക്കണം. ശ്രീ സേനാപതി വേണുവിനൊക്കെ നന്നായിട്ട് അറിയുമായിരിക്കും ഇക്കാര്യത്തെ സംബന്ധിച്ച്. നാളിതുവരെ CPIM-ന് ഒരു മറുപടി പോലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിട്ടില്ല. ഇവിടെ നമ്മുടെ തൃശ്ശൂരിൽ നടന്നിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് BJP-യുടെ നേതാക്കൾ തന്നെ പറയുന്ന വാക്കുകൾ നമ്മളൊന്ന് കേട്ടാൽ അതിൽ നിന്ന് മനസ്സിലാകും
അച്ഛൻ പത്തായത്തിലുമില്ല എന്ന് വീടിന് ചുറ്റും വിളിച്ചു പറഞ്ഞുകൊണ്ട് നടക്കുന്ന കുട്ടിയുടെ നിഷ്കളങ്കതയാണ് എങ്കിൽ ഇവിടെ ഈ കോഴിയെ രക്ഷിക്കുന്ന കുറുക്കൻ എന്നതുപോലെ, ആട്ടിൻകുട്ടികളെ രക്ഷിക്കുന്നതായിട്ടുള്ള ചെന്നായിനെ പോലെ, കന്യകയായ പെൺകുട്ടിയെ രക്ഷിക്കാൻ ഇറങ്ങുന്ന വിടനെ പോലെ BJP നേതാക്കളുടെ പ്രസ്താവനയെ വായിച്ചാൽ മതി. കുറച്ചല്ലേ അത്തരത്തിൽ വോട്ട് ചേർക്കലും കള്ളവോട്ടും എല്ലാം നടന്നിട്ടുള്ളൂ. അതുകൊണ്ട് ഈ ഭൂരിപക്ഷം വലുതല്ലേ എന്നുള്ളതാണ് ഒരു ചോദ്യം. നമ്മളെല്ലാം ഭക്ഷണം കഴിക്കുമ്പോഴേക്ക് വലിയ അണ്ടാവിൽ അത്തരത്തിൽ പാൽപ്പായസം തയ്യാറാക്കിയിട്ട് അതിൽ ലേശമല്ലേ കൊടുമിഷം ചേർത്തിട്ടുള്ളൂ എന്ന് ചോദിക്കുന്നത് പോലെ അത്തരത്തിലാണ് അവരുടേതായിട്ടുള്ള ഈ പ്രസ്താവനകൾ പുറത്തു വന്നിട്ടുള്ളത്. അല്ല, ഇതിപ്പോ ഞാൻ പറയട്ടെ, ഇത് പലതരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. വോട്ടർ പട്ടിക ഒരു തവണയും അത് കൃത്യമായിരിക്കുകയില്ല. അതിൽ പല തെറ്റുകളും കടന്നുകൂടാറുണ്ട്. എല്ലാ മണ്ഡലങ്ങളിലും ഇത് ഉണ്ടാകാറുണ്ട്. ഇപ്പോൾ പലരുടെയും പേരുകൾ ഒരു മണ്ഡലത്തിലും ഉണ്ടാകും, മറ്റൊരു മണ്ഡലത്തിലും ഉണ്ടാകും. അതിൽ ഇത് ഒരു സ്ഥലത്തേക്ക് മാറി വന്നു കഴിഞ്ഞാൽ ആ മണ്ഡലത്തിൽ പെട്ട ബൂത്തിൽ വോട്ട് ചേർക്കുന്നു. അതേ സമയത്ത് മറ്റൊരു മണ്ഡലത്തിൽ അത് അതേപടി നിൽക്കുകയും ചെയ്യും. ഇതൊക്കെ ഒരുപാട് കണ്ടിട്ടുള്ളതാണ്. അത് വേണമെങ്കിൽ ആരുടെ വേണമെങ്കിലും കാര്യത്തിൽ ആരോപിക്കാം. അതിപ്പോൾ കോൺഗ്രസ്സുകാർ ചേർത്തതാണോ, CPM-കാർ ചേർത്തതാണോ, BJP-ക്കാർ ചേർത്തതാണോ, ഇങ്ങനെയൊക്കെയുള്ള തർക്കം വരാം. കോൺഗ്രസ് നേതാക്കൾക്കും BJP നേതാക്കൾക്കും CPM നേതാക്കൾക്കും ഒക്കെ ഇങ്ങനെ ഇരട്ട വോട്ടുണ്ട്. എന്ന് വെച്ചാൽ അവരെല്ലാം പോയി 2 മണ്ഡലത്തിൽ വോട്ട് ചെയ്യുന്നു എന്നതല്ല. ഉദാഹരണത്തിന് താങ്കളുടെ ആറ്റിങ്ങലിൽ തന്നെ ഉദാഹരണമാണല്ലോ. അവിടെ അടൂർ പ്രകാശ് അന്ന് ഒരു ടീമിനെ വെച്ച് തന്നെ ഈ ഇരട്ട വോട്ടുകൾ കണ്ടെത്തിയില്ലായിരുന്നുവെങ്കിൽ അന്ന് UDF തോറ്റുപോയതിനെ താങ്കൾക്ക് തുടർച്ചയായി അടുത്ത വിജയം കൂടി കിട്ടിയേനെ എന്നുള്ള ഒരു വലിയ ആരോപണം ഉണ്ടായിരുന്നു. അതിൽ അന്ന് കണ്ടെത്തിയത് പല ഞെട്ടിക്കുന്ന വിവരങ്ങളുമായിരുന്നു. CPM-ന്റെ ഒരു വലിയ നേതാവിന്റെ സഹോദരിക്ക് 3 ബൂത്തുകളിൽ വോട്ടുണ്ടായിരുന്നു എന്നൊക്കെയായിരുന്നു അടൂർ പ്രകാശ് അന്ന് പറഞ്ഞിരുന്നത്. ഒരു വലിയ ടീമിനെ എന്ന് പറയുമ്പോൾ ഈ സാങ്കേതിക വൈദഗ്ധ്യമുള്ള ഒരു ടീമിനെ വെച്ചാണ് അടൂർ പ്രകാശ് അന്ന് ഇത്തരത്തിലൊരു പരിശോധന നടത്തിയതും അതിൽ നിന്ന് കുറേയേറെ വോട്ടുകൾ നീക്കം ചെയ്തതും. അടൂർ പ്രകാശ് ഇപ്പോഴും പറയുന്നു ആറ്റിങ്ങലിൽ അന്ന് താൻ ചൂണ്ടിക്കാണിച്ച വോട്ടുകളിൽ പലതും ഇപ്പോഴും അവിടെ തന്നെയുണ്ട്, ഇലക്ഷൻ കമ്മീഷൻ അതിന് തയ്യാറായിട്ടില്ല എന്ന്. അപ്പോൾ ആരെ സഹായിക്കുന്നതിന് വേണ്ടിയായിരുന്നു അത്? ഇലക്ഷൻ കമ്മീഷൻ CPM-നെ സഹായിക്കുകയാണോ അവിടെ? ഞാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വക്കാലത്തെടുത്ത വക്കീലല്ല. ഞാൻ ശ്രീ അടൂർ പ്രകാശ് MP, അദ്ദേഹം ഒരു ജനപ്രതിനിധിയാണ്. അദ്ദേഹത്തിന് മുമ്പ് അവിടെ പാർലമെന്റ് അംഗങ്ങളായിട്ടുള്ളതിലാകെ ഇപ്പോൾ ജീവിച്ചിരിപ്പുള്ളത് ഞാൻ മാത്രമാണ്. അദ്ദേഹത്തെക്കാൾ പ്രായം കുറവാണ് എനിക്കെങ്കിൽ പോലും ഞാൻ ഭാഗ്യവശാൽ ജീവിച്ചിരിപ്പുണ്ട്. ഞങ്ങൾക്ക് മുന്നേ 1ാം ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുതൽ ഇങ്ങോട്ട് 18 ലോക്സഭാ തെരഞ്ഞെടുപ്പുകൾ അദ്ദേഹം വിജയിച്ചത് ഉൾപ്പെടെയുള്ളത് വന്നിട്ടുള്ളതിൽ 11 കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പിന്നീട് അവരുടെ സ്ഥാനാർത്ഥികൾ വിജയിക്കും. അതിൽ ഒരാൾ മാത്രമാണ് ഞാൻ. അതിലെ ഒരു 11 തവണ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അല്ലെങ്കിൽ LDF-ന്റെ, 7 തവണ UDF-ന്റെ. ഞാൻ അദ്ദേഹത്തിന്റെ ആരോപണങ്ങൾക്ക് അദ്ദേഹം ഇല്ലാത്തപ്പോൾ ഞാൻ ഈ ചർച്ചയിൽ മറുപടി പറയുന്നതിൽ അർത്ഥമില്ല. അതിന് കുഴപ്പമില്ല. അദ്ദേഹം താങ്കളില്ലാത്തപ്പോൾ പലപ്പോഴും അതിന് മറുപടി നൽകിയിട്ടുണ്ട്. താങ്കളില്ലാത്തപ്പോൾ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. 1,14,000 ഇരട്ട വോട്ടുകളാണ് അന്ന് കണ്ടെത്തിയതെന്ന് അദ്ദേഹം ആരോപണമായിട്ട് തന്നെ ഉദ്ദേശിച്ചതാണ്. അതിൽ പലതും നീക്കം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതിൽ പലതും ഇപ്പോഴും ഉണ്ട് എന്നാണ്. ഏകദേശം 52,000 വോട്ടുകൾ എന്തോ ഇനിയും നീക്കം ചെയ്യാനുണ്ട്. അത് ഫോം നമ്പർ 7 അങ്ങനെ ഒരു ഫോമിന്റെ പേര് എനിക്ക് ഈ കൃത്യമായിട്ട് ഫോം നമ്പർ 6, 7, 8 വേർതിരിച്ചറിയാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. ഫോം നമ്പർ 7 അദ്ദേഹം അപേക്ഷ നൽകണമെന്നാണ്. അങ്ങനെ വരുമ്പോൾ ഇത്രത്തോളം അപേക്ഷ നൽകേണ്ടി വരുമല്ലോ എന്നൊക്കെ അദ്ദേഹം കഴിഞ്ഞ ദിവസം ചോദിക്കുന്നത് കേട്ടിരുന്നു. നമ്മുടെ ഈ തെരഞ്ഞെടുപ്പിൽ ഒരാൾ വിജയിച്ചു എന്നുള്ളത് കൊണ്ട് അദ്ദേഹം പറയുന്ന എല്ലാ കാര്യങ്ങളും പരിപൂർണമായി സത്യമാണ് എന്നും, തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥി പരാജയപ്പെട്ടതുകൊണ്ട് ആ പരാജയപ്പെട്ടയാൾ പറയുന്നത് എല്ലാം തന്നെ മുഖവിലേക്ക് എടുക്കേണ്ടതില്ല എന്നുമുള്ള നിലയിലേക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പോലെ നമ്മൾ പെരുമാറരുത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ ഡാൻസിങ് ടു ദ ട്യൂൺ ഓഫ് ദ പൊളിറ്റിക്കൽ ബോസസ് എന്നുള്ള നിലയിലാണ്. ഞാൻ മുമ്പ് പ്രതിനിധാനം ചെയ്ത മണ്ഡലത്തിലെ നിലവിലുള്ള പ്രതിനിധി അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾക്കെല്ലാം മറുപടി പറയാൻ എനിക്കിപ്പോൾ സമയമില്ലല്ലോ. എനിക്ക് ആകെ ഒരു 15 മിനിറ്റല്ലേ നിങ്ങൾ തരൂ. തൃശ്ശൂരിൽ എന്താ നടന്നത്? തൃശ്ശൂരിൽ ഒരു ബൂത്തിൽ മാത്രം, കേരളത്തിൽ ഈ പലയിടത്തും ഈ പറയുന്ന പോലെ ഇരട്ട വോട്ടുണ്ടായി അല്ലെങ്കിൽ 3 വോട്ടോ. ഞാനിപ്പോൾ ആരുടെയെങ്കിലും അവരുടേതായ വാഹനത്തിന് രജിസ്ട്രേഷൻ വേണ്ടി പോണ്ടിച്ചേരിയിലാണ് താമസം എന്നുള്ള നിലയിലേക്കോ, അല്ല ഇനി വോട്ടർ അവിടെയാണ് എന്നോ, അതല്ല നഗരസഭയിലെ വോട്ട് എന്നുള്ളത് തിരുവനന്തപുരത്താണ് എന്നോ, പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് വേണ്ടി മാത്രം തൃശ്ശൂരിലേക്ക് എന്നോ, അതിനി തന്നോടൊപ്പമുള്ളവരെയെല്ലാം അത്തരത്തിൽ ചേർത്തു എന്നോ, അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്കൊന്നും കടക്കാനായി നമ്മളിപ്പോൾ ഒരു കോടതിയല്ല ഈ ഒരു കാര്യത്തെ സംബന്ധിച്ച്. ഒരു ഫ്ളാറ്റിലേക്ക് പ്രവേശനം എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടാണ് എന്നുള്ളതിനെ സംബന്ധിച്ച് മഞ്ജുഷിനും നമ്മുടെ ഈ ചർച്ച കേൾക്കുന്നവർക്കും എല്ലാം അറിയാമല്ലോ. ഒരു വീട്ടിലേക്ക് സാധാരണഗതിയിൽ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകരോ അതിലെ ബൂത്ത് ലെവൽ ഏജന്റുമാരോ അല്ല BLO-മാരോ, എന്തിനേറെ പറയുന്നു, ഒരു പോലീസ് ഉദ്യോഗസ്ഥന് ചുമതല നിർവഹിക്കുന്നതിന്റെ ഭാഗമായി ഒരു വലിയ അപ്പാർട്ട്മെന്റിലോ ഒരു ഫ്ളാറ്റിലേക്കോ ചെല്ലുന്നതിന് തന്നെ വളരെ പ്രയാസകരമായ അനുഭവമാണ്. തൊട്ടടുത്തതായ മുറിയിൽ, ഫ്ളാറ്റിന്റെ തൊട്ടടുത്തതായിട്ടുള്ള മുറിയിൽ, അപ്പാർട്ട്മെന്റിൽ
വളരെ പ്രഗത്ഭനായ ഒരു ഡോക്ടർ മരിച്ചു കിടന്ന് 3 ദിവസം കഴിഞ്ഞിട്ടാണ് ഈ തിരുവനന്തപുരത്ത് പോലും അറിഞ്ഞത്. ഇവിടെ ഈ ഒരു വീട്ടമ്മ പറയുകയാണ്, ഇവിടെ 10 പേരെ ചേർത്തതായി പറയുന്നു, ആരെന്ന് എനിക്കറിയില്ല, ഞാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി കൊടുത്തു, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിശോധിച്ചിട്ടില്ല, എനിക്കൊരു മറുപടിയില്ല. LDFന്റെ ഒരു ബൂത്തിൽ 53 കള്ളവോട്ടിനെ സംബന്ധിച്ചുള്ള പരാതി LDFന്റെ തെരഞ്ഞെടുപ്പ് ചുമതലക്കാര് തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകുകയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കള്ളവോട്ട് എന്നതിനെ വ്യത്യാസമുണ്ടല്ലോ. കള്ളവോട്ട് എന്ന് പറയുമ്പോൾ വോട്ട് ചെയ്യുന്നതാണല്ലോ, അത് കള്ളവോട്ട് ചെയ്തിട്ടില്ല. ഇത് ഒരു സ്ഥലം വ്യാജ വോട്ട് അല്ലേ, 2 സ്ഥലത്ത് വോട്ടർ പട്ടികയിൽ ഇടം നേടിയിരിക്കുന്നു, അത് വ്യാജ വോട്ട് എന്നാണല്ലോ. ഒരു സ്ഥലത്തേ ചെയ്തിട്ടുണ്ടാവുകയുള്ളൂ, അത് തൃശ്ശൂരിലായിരിക്കും അല്ലേ, അങ്ങനെയല്ലേ ഉദ്ദേശിക്കുന്നത്? അല്ലല്ല നമ്മൾ അങ്ങനെ ഞാനത് ആ റിപ്പോർട്ട് തന്നെ ഇങ്ങനെയാണ്. തൃശൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നടന്നത് വ്യാപക വോട്ട് ക്രമക്കേടെന്നുള്ള റിപ്പോർട്ടിൽ പറയുകയാണ്, പൂങ്കുന്നം ഹരിഷി സ്കൂൾ 30-ാം നമ്പർ ബൂത്തിൽ മാത്രം തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ചേർത്തത് 53 കള്ളവോട്ട്. ഈ വോട്ടുകൾ ചെയ്തിട്ടുണ്ടോ ഇല്ല എന്നുള്ളതിനെ സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൂടി പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. ഇനി വേറൊരു കാര്യം, ഈ വോട്ടുകൾ ഇത്തരത്തിൽ ഇപ്പോൾ BJP നേതാക്കൾ വേണമെങ്കിൽ പറയും, ഇങ്ങനെ ഈ നിങ്ങൾ എത്ര ചേർത്തു എന്ന് പറഞ്ഞാലും ഈ ഭൂരിപക്ഷത്തെ അങ്ങനെയാണെങ്കിൽ അത് മറികടക്കാൻ കഴിയുമോ എന്നുള്ളത്. ചെയ്യുന്നതായിട്ടുള്ള കുറ്റം തെറ്റ് എന്നുള്ളതല്ല, ജനപ്രാതിനിധ്യ നിയമം അനുസരിച്ച് അത് കുറ്റമാണ്, തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളുടെ ലംഘനമാണ്, ഇന്ത്യൻ ശിക്ഷാ നിയമം അനുസരിച്ച് ശിക്ഷാർഹമായിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് എല്ലാ വിധത്തിലുള്ള ഇത്തരത്തിലുള്ള പ്രവൃത്തികളും ഏത് വിധത്തിലും ഞങ്ങൾക്ക് രണ്ട് ഐഡന്റിറ്റി കാർഡ് കയ്യിൽ വെക്കുന്നത് തെറ്റാണ്, രണ്ട് ഐഡന്റിറ്റി കാർഡ് കയ്യിൽ വെക്കുന്നത് തെറ്റാണ്, 2 പേര് ചേർക്കുന്നത് ശരിയാണ്, ഒരിടത്ത് നിന്ന് പേര് നീക്കം ചെയ്യാതെ മറ്റൊരിടത്ത് ചേർക്കുന്നതും ഇതെല്ലാം ക്രിമിനൽ കുറ്റത്തിന്റെ പരിധിയിൽ വരുന്നതാണ്. അങ്ങനെയെങ്കിൽ ഈ ഭൂരിപക്ഷത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ 2019 അല്ലല്ല, ഭൂരിപക്ഷത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ 38,000 വോട്ടിനാണ് 2019 അടൂർ പ്രകാശ് താങ്കളെ തോൽപ്പിച്ചത്. അവിടെ അന്ന് അടൂർ പ്രകാശ് കണ്ടെത്തിയത്, അദ്ദേഹം ഒരു വിദഗ്ധ സംഘത്തെ ഉപയോഗിച്ച് കണ്ടെത്തിയത് 1,14,000 ഇത്തരത്തിലുള്ള ഇരട്ട വോട്ടുകളാണ്. അപ്പോൾ അത് പോൾ ചെയ്തിരുന്നുവെങ്കിലോ, അത് മാത്രമല്ല അത് നീക്കം ചെയ്തില്ല അന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, കാരണം തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു, അതുകൊണ്ട് അന്ന് നീക്കം ചെയ്തില്ല 2019. പക്ഷേ അവിടെ കാത്തിരുന്നു ഈ പറയുന്ന ആളുകൾ വോട്ട് ചെയ്യാൻ എത്തുമോ ഇല്ലയോ എന്ന്. 52,000 പേർ വോട്ട് ചെയ്യാൻ എത്തിയില്ല, പേടി കാരണം. 2 വോട്ട് ചെയ്ത് പിടിക്കപ്പെടുമോ എന്നുള്ള പേടി കാരണം എത്തിയില്ല. അങ്ങനെ അല്ലായിരുന്നുവെങ്കിൽ, അതാണ് അടൂർ പ്രകാശ് ഇപ്പോഴും ചോദിക്കുന്നത്. അപ്പോൾ തൃശ്ശൂരിൽ ഇത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനേക്കാൾ വലിയ വ്യാപ്തിയിൽ ആറ്റിങ്ങലിൽ സംഭവിച്ചിട്ടുണ്ട്. അവിടെയും ക്രിമിനൽ കുറ്റത്തിന്റെ പരിധിയിലേക്ക് പല ആളുകളും വരും. ഞാൻ ഒറ്റ സെക്കൻഡ് തരുമോ? മഞ്ജുഷ് പറയുന്നതിന്റെ ന്യായം എന്താണെന്ന് ചോദിച്ചാൽ, കോൺഗ്രസ്സുകാരായിട്ടുള്ളവർ ജയിച്ചതല്ല BJPക്കാർ പറയുന്ന പോലെ, ഞങ്ങളെല്ലാം സത്യമാന വോട്ട് കൊണ്ട് ജയിച്ചതാണ്. ഞങ്ങൾക്കെതിരായി മത്സരിച്ചവർ ജയിക്കുന്നതെല്ലാം കള്ളവോട്ട് കൊണ്ട് ജയിച്ചതാണ്. ഈ ഒരു മണ്ഡലത്തിന്റെ കാര്യം, ആറ്റിങ്ങലിന്റെ കാര്യത്തെ സംബന്ധിച്ച് പറഞ്ഞാൽ, ആറ്റിങ്ങലുകാരെല്ലാം കള്ളന്മാരാണെന്ന് അടച്ചാക്ഷേപിക്കുന്നത് പോലെയാണ് അദ്ദേഹത്തിന്റെ ഈ ആരോപണം. ഈ പറയുന്നതായിട്ടുള്ള വോട്ട് ചേർത്തിട്ടുള്ളതെല്ലാം തന്നെ അങ്ങനെ LDFന്റെ അല്ലെങ്കിൽ CPIMന്റെ ആളുകളുടേതാണ് എന്നുള്ള നിലയിലാണോ അദ്ദേഹം പറയുന്നത്? എങ്ങനെയാണ് ശ്രീ, ഞാൻ അവിടുത്തെ ഈ വ്യാജ വോട്ടുകൾ ചേർത്തതിനെ അനുകൂലിക്കുകയല്ല. അങ്ങനെയാണെങ്കിൽ ഇത് എല്ലാവർക്കും ഒരേപോലെ ബാധകമാകണം. ആറ്റിങ്ങലും തൃശ്ശൂരും തമ്മിൽ എങ്ങനെ വേർതിരിച്ച് കാണാനാവും? അങ്ങനെയാണെങ്കിൽ ആറ്റിങ്ങലിൽ അതിന്റെ വ്യാപ്തി ഒരേപോലെ ബാധകം. അതെ, ഞാൻ എന്തുകൊണ്ടാണ് ഇത് കൃത്യമായി ഗൂഢാലോചന നടത്തി ആസൂത്രിതമായി BJPയും RSSും ചേർത്തത് എന്ന് പറഞ്ഞത്? ഞാൻ ഒരാളുടെ പേര് പറഞ്ഞില്ല. മഞ്ജുഷ, എല്ലാവർക്കും മനസ്സിലാവുമല്ലോ. ഈ കോഴിയെ കട്ടുകൊണ്ട് പോയവന്റെ തലയിലല്ലേ പൂടെ ഇരിക്കുക. ഈ പോണ്ടിച്ചേരി രജിസ്ട്രേഷൻ വണ്ടി ആരുടേതായിരുന്നു? മഞ്ജുഷിന്റേതായിരുന്നോ, അതല്ല സേനാപതിയുടേതായിരുന്നോ, അതല്ല സമ്പത്തിന്റേതായിരുന്നോ, അല്ല യുവരാജ് ഗോകുലിന്റേതായിരുന്നോ? ആരോപണം വന്നല്ലേ അത്? സുരേഷ് ഗോപി രജിസ്ട്രേഷൻ നടത്തിയിരുന്നുവെങ്കിൽ എന്താ അവസ്ഥ? അതുകൊണ്ട് അത് നിഷേധിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോ പോണ്ടിച്ചേരിക്കാരനാണല്ലേ? പോണ്ടിച്ചേരിക്കാരനാണ്. ശരി, തിരുവനന്തപുരത്തെ നഗരസഭാ തെരഞ്ഞെടുപ്പിൽ എവിടത്തെ വോട്ടറാണ്? ശാസ്തമംഗലം വാർഡിലെ വോട്ടറാണല്ലേ? ഡ്രൈവർ എവിടത്തെ വോട്ടറാണ്? അതെനിക്കറിയില്ല. ശാസ്തമംഗലം. ഈ RSS നേതാക്കളും ഭാര്യയും അവരുടെ മറ്റു ബന്ധുമിത്രാദികളും എവിടത്തെ വോട്ടറാണ്? അതിന് മറ്റൊരു ന്യായം കൂടിയുണ്ടല്ലോ. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ 6 മാസം ഒരിടത്ത് താമസിക്കുകയാണെങ്കിൽ അവിടെ പേര് ചേർക്കുവാനുള്ള അവകാശമുണ്ട്. അത് ആ അവകാശം നിഷേധിക്കാതിരിക്കാൻ വേണ്ടി അതിൽ വലിയ ഇളവുകളുമുണ്ട്. അതിലൊരു പോസ്റ്റൽ കാർഡ് അഡ്രസ്സെങ്കിലും നൽകിയാൽ അത് പറ്റും. കാരണം അവർക്ക് ഈ അഡ്രസ്സ് തെളിയിക്കുവാനുള്ള രേഖകളില്ലെങ്കിൽ അങ്ങനെ ഒരു ഓപ്ഷൻ കൂടി ഉണ്ടല്ലോ.
അതുപോലും ഉള്ളതാണ് ഇതിന്റെ ഈ വ്യവസ്ഥകളിൽ. അപ്പോൾ അങ്ങനെ ചെയ്തു എന്ന് പറയാമല്ലോ, അതനുസരിച്ച് നേടിയെടുത്തു. ഇത് സുരേഷ് ഗോപി മാത്രമല്ല, എല്ലാവരും ചെയ്യുന്നുണ്ട് സാർ. അതുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതൊന്നും കണ്ടെത്താൻ മെനക്കെടുത്തില്ല എന്നത് മറ്റൊരു കാര്യം. പക്ഷെ ഞാൻ പറയുന്നത് ഇതിനെ ജനറലൈസ് ചെയ്ത് ഒറ്റ സുരേഷ് ഗോപിയിലേക്ക് കൊണ്ടുപോകരുത് എന്നത് മാത്രമാണ്. അല്ലാതെ സുരേഷ് ഗോപി അങ്ങനെ വ്യാജവിലാസത്തിൽ അവിടെ വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കണ്ടെത്തി ശിക്ഷാ നടപടികളിലേക്ക് പോകണം. അത് തെരഞ്ഞെടുപ്പ് കമ്മീഷനും അത് ചെയ്യണം. പക്ഷേ തെരഞ്ഞെടുപ്പ് അതിന്റെ പ്രക്രിയ പൂർത്തിയായതുകൊണ്ട് അത് പറ്റില്ല എന്നൊക്കെയാണല്ലോ ന്യായവാദം വരുന്നത്, അല്ലേ? പ്രക്രിയ പൂർത്തിയായതുകൊണ്ട് അങ്ങനെ കഴിയില്ല എന്നുള്ളതിന് ഒറ്റ മിനിറ്റ് എടുത്തോട്ടെ ഒരു കാര്യത്തിൽ. 2004 തെരഞ്ഞെടുപ്പ് മഞ്ജുഷിന് ഓർമ്മയുണ്ടല്ലോ അല്ലേ? അന്ന് മഞ്ജുഷിന് വോട്ടവകാശം ഉണ്ടായിട്ടുണ്ടാവും എന്നാണ് എന്റെ വിശ്വാസം. സമയത്ത് മൂവാറ്റുപുഴ ലോക്സഭ നല്ലത് അപ്പൊ കുറച്ച് വോട്ടൊക്കെ ചെയ്തല്ലോ. ഇസ്മായിൽ എന്നൊരാളിനെ പറ്റി കേട്ടിട്ടുണ്ടല്ലോ, സഖാവ് ഇസ്മായിൽ. മൂവാറ്റുപുഴ മണ്ഡലത്തിൽ ചുറ്റിക്കാരുവാൾ നക്ഷത്രം മലയാളത്തിൽ മത്സരിച്ച അദ്ദേഹം വെറും 520. മൂവാറ്റുപുഴ ആ മണ്ഡലം പോലും ഇപ്പൊ ഇല്ല. ആ മൂവാറ്റുപുഴ മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി വെറും 529 വോട്ടിന് തോറ്റു അല്ലേ? തോറ്റില്ലേ? തോറ്റു. എതിരായി മത്സരിച്ച ശ്രീ PC തോമസ് വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കുന്നതിന് വേണ്ടിയും അങ്ങനെ സമുദായം പറഞ്ഞ വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ടും അദ്ദേഹം നടത്തിയതായിട്ടുള്ള പ്രസ്താവനകളും അഭ്യർത്ഥനകളും UDF അടക്കം പരാതി കൊടുത്തു എന്നാണ് എന്റെ അറിവ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിനൊരു കടലാസിന്റെ വില പോലും കൽപ്പിച്ചില്ല. തെരഞ്ഞെടുപ്പ് ഹർജി പോയി. ഇപ്പൊ ഇവരെല്ലാം പറയുന്നത് നിങ്ങൾ തെരഞ്ഞെടുപ്പ് ഹർജി അതിന്റെ കാലം കഴിഞ്ഞില്ലേ, ഇതിന്റെ കാലം കഴിഞ്ഞില്ലേ. തെരഞ്ഞെടുപ്പ് ഹർജിയിൽ കേരള ഹൈക്കോടതി ആ തെരഞ്ഞെടുപ്പ് അസാധുവാക്കി. തെരഞ്ഞെടുപ്പ് അസാധുവാക്കി കഴിഞ്ഞതിന് ശേഷം പിന്നീട് സുപ്രീം കോടതിയിലേക്ക് PC തോമസ് അപ്പീൽ പോയി. അവിടെ സുപ്രീം കോടതി ഈ പറയുന്ന കേരള ഹൈക്കോടതിയുടെ വിധി ശരിവെച്ചു, തെരഞ്ഞെടുപ്പ് അസാധു ആണ് എന്ന്. വാസ്തവത്തിൽ അന്ന് പാർലമെന്റ് അംഗമായി തുടർന്ന ആ മുൻ കേന്ദ്രമന്ത്രി ഞാനൊരു പദം ഉപയോഗിക്കല്ല, മുൻ യൂണിയൻ സഹമന്ത്രി, അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ട ആളെ അല്ല. PC തോമസ് ഇത് വന്നത് എപ്പോഴാണ് മഞ്ജുഷേ? ഇതെല്ലാം കാലാവധി കഴിഞ്ഞിട്ടാണ്. 2009 അങ്ങനെയുണ്ട് നമ്മുടെ, അതാണ് ആ പ്രക്രിയയുടെ ഒരു പ്രശ്നമാണിത്, ഇതിന്റെ കാലതാമസവും. അതുകൊണ്ട് അത് ശരിയാണ്. പക്ഷെ ഇത് പലർക്കും ബാധകമാകും എന്നതുകൂടിയാണ്. ശരി, ശ്രീ യുവരാജ് ഗോകുൽ, ആരോപണമാകാതിരിക്കുന്നില്ല. ശരിയാണ്, തെരഞ്ഞെടുപ്പ് പ്രക്രിയ കഴിഞ്ഞു, എല്ലാം കടപൂട്ടി, സുരേഷ് ഗോപി വിജയിച്ചു, അദ്ദേഹം കേന്ദ്രമന്ത്രിയായി. പക്ഷേ ഈ അവിടുത്തെ വിലാസത്തിൽ പേര് ചേർത്തത്, അതിനെക്കുറിച്ചുള്ള ആരോപണം അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട്. മഞ്ജുഷേ, ഇതിനകത്ത് എനിക്ക് 1-2 കാര്യം പറയാനുള്ളത്. ശ്രീ സമ്പത്ത് ഞാൻ വളരെയധികം ബഹുമാനിക്കുന്ന വളരെ മുതിർന്ന ഒരു രാഷ്ട്രീയ നേതാവാണ്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമായ വിജ്ഞാനത്തിനെയോ അനുഭവ സമ്പത്തിനെയോ ഒന്നും കുറച്ച് കാണുവാൻ വേണ്ടി ഞാൻ തയ്യാറല്ല. അത് മാത്രമല്ല, CPM എന്ന് പറയുന്ന പാർട്ടിയിലെ ഏറ്റവും മാന്യമായ മുഖങ്ങളിൽ ഒരാളാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ അദ്ദേഹം എതിർ പാനലിൽ ചർച്ചയ്ക്ക് ഇരിക്കുന്ന സമയത്ത് കുറച്ച് അഗ്രസീവായി പോകുന്നതിന് എനിക്ക് ബുദ്ധിമുട്ടുമുണ്ട്. എന്നാലും ഞാൻ ചില കാര്യങ്ങൾ പറയാതിരിക്കാൻ സാധിക്കില്ലല്ലോ. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2024 തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ ഉൾപ്പെടെയുള്ള മാധ്യമപ്രവർത്തകർ മറന്നു പോകുന്നൊരു കാര്യമുണ്ട്. 2024 നമ്മുടെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം 4 ബൂത്തുകളിൽ റീപോളിംഗ് നടന്നിരുന്നു കള്ള വോട്ട് ആരോപണത്തിന്റെ പേരിൽ. ആ കള്ളവോട്ട് ആരോപണം വന്നിരിക്കുന്നത് തൃശ്ശൂരിലൊന്നുമല്ല. ഇവരുടെ ഈ പറയുന്ന സോക്കോൾഡ് മിഷണറി മുഴുവൻ ഇവിടെ വർക്ക് ചെയ്യുന്ന സാഹചര്യത്തിൽ തൃശ്ശൂരിൽ അത്തരത്തിൽ കള്ളവോട്ട് നടന്നു എന്നുള്ള പരാതി അവർക്കുണ്ട് എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് തൃശ്ശൂരിലെ ഒരു ബൂത്തിലെങ്കിലും കള്ളവോട്ട് ആരോപണത്തിൻ്റെ പേരിൽ ഒരു റീപോളിംഗ് നടത്തിക്കുവാൻ വേണ്ടിയിട്ട് ഇവർക്ക് സാധിച്ചില്ല? കേരളത്തിലെ ഏറ്റവും വലിയ സംഘടനാ സംവിധാനമുള്ള പാർട്ടിയാണ് CPM. കേരളത്തിൽ വലിയ ജനപിന്തുണയുള്ള പാർട്ടിയാണ് കോൺഗ്രസ്. മഞ്ജുഷേ, കള്ള വോട്ടോ വ്യാജ വോട്ടോ ഇനി അല്ലാത്ത വോട്ടോ വേറെന്ത് വോട്ടോ ഈ പറയുന്ന ഇപ്പൊ കുറച്ചു നേരത്തെ അദ്ദേഹം പറഞ്ഞല്ലോ, എന്താണ് സ്ത്രീയെ സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ട് സുന്ദരിയായ യുവതിയെ രക്ഷിക്കുവാൻ വേണ്ടിയിട്ട് വിടനെ ഏൽപ്പിക്കുന്ന പോലത്തെ പണി എന്നൊക്കെ അദ്ദേഹം പറഞ്ഞല്ലോ. ഇപ്പൊ ഇവിടെ ജനാധിപത്യം സംരക്ഷിക്കുവാൻ ഇറങ്ങിയിരിക്കുന്ന ഈ പറയുന്ന ആൾക്കാരുടെ ജനാധിപത്യ ബോധത്തെ കുറിച്ചിട്ടാണ് ഞാൻ പറഞ്ഞു വരുന്നത്. കല്യാശ്ശേരിയിലെ 19-ാം നമ്പർ ബൂത്തിൽ കള്ളവോട്ട് നടന്നു എന്നുള്ള ആരോപണത്തിന്റെ പുറത്ത്, ആരോപണമല്ല അത് ശരിയാണെന്ന് തെളിയുകയും അവിടെ റീപോളിംഗ് നടക്കുകയും ചെയ്യുമ്പോൾ അതിനകത്ത് ഒന്നാം പ്രതി ആരാ? ഒന്നാം പ്രതി എന്ന് പറയുന്നത് LDFന്റെ ബൂത്ത് ഏജന്റ് ആണ്. 6 പേരെ അറസ്റ്റ് ചെയ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അവിടെ നിന്നിട്ടാണ് ഇവര് നമ്മളോട് പറയുന്നത് ഇവരെന്തോ വലിയ ജനാധിപത്യത്തിന്റെ സംരക്ഷകരാണെന്നും ഇവരെല്ലാവരും കൂടി ഇന്ത്യയിലെ ജനാധിപത്യത്തിന് ശുദ്ധീകരിക്കുവാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കുന്നതാണെന്ന്. ഞാൻ എതിർത്തിരുന്നു. യുവരാജ് ഇപ്പോൾ തൃശ്ശൂരിലെ കാര്യത്തെ ഒന്ന് തീർച്ചയായിട്ടും ഞാൻ ഫ്ലാറ്റിൽ ഇത്രയധികം വോട്ടുകൾ അല്ലെ, അദ്ദേഹം താമസിക്കുന്ന വീട്ടിൽ നിന്ന് അത്രയും വോട്ടുകൾ ചേർത്തത്, പിന്നെ അവിടെ താമസിച്ചിട്ടില്ല,
പിന്നെ സുരേഷ് ഗോപിയുടെ മാത്രമല്ല അദ്ദേഹത്തിന്റെ സഹോദരന്റെ വോട്ടുകൾ ചേർത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനകത്ത്. തീർച്ചയായിട്ടും ഞാൻ അതിലേക്ക് വരാം മഞ്ജുഷ. അല്ല, അവർ ചേർത്തതിനെക്കുറിച്ച് എനിക്കൊരു സംശയമില്ല, ചേർത്തിട്ടുണ്ട്. ആറ്റിങ്ങൽ, അതുകൊണ്ട് തന്നെയാണ് സമ്പത്തിന്റെ മണ്ഡലമായ ആറ്റിങ്ങൽ തന്നെ ഞാൻ എടുത്തു പറഞ്ഞത്. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞു, ഞാൻ കഴിഞ്ഞ 2-3 വർഷങ്ങളായിട്ട് നമ്മൾ ഡിബേറ്റിന് ഇരിക്കുന്നതാണ്. ഇന്ന് വരെയും എന്നോട് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യത്തിൽ നിന്ന് ഞാൻ ഒഴിഞ്ഞു മാറി പോയിട്ടില്ല എന്ന് ഏറ്റവും കുറഞ്ഞ പക്ഷേ അങ്ങേക്കെങ്കിലും ഒരു ധാരണ ഉണ്ടാകുന്നത്. ഞാൻ ഈ ചോദിക്കുന്ന ചോദ്യങ്ങളിലേക്കെല്ലാം തന്നെ വ്യക്തമായിട്ട് വരാൻ താല്പര്യപ്പെടുന്ന ആളാണ്, ആഗ്രഹിക്കുന്ന ആളാണ്, വരികയും ചെയ്യും. അല്ല, ഞാൻ പറഞ്ഞു വന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ രണ്ട് മുന്നണികളും കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട്, കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഇത്തരത്തിലുള്ള ഒരു സാധനം എഴുതുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇത് അവരുടെ കയ്യിൽ നിന്ന് തന്നെ പോയി. ഇന്നിപ്പോൾ അതേ മുസ്ലിം ലീഗ് അവർക്കെതിരായിട്ട് തന്നെ വന്നിരിക്കുകയാണ്. എന്താണ്, കോഴിക്കോട് ഒറ്റ വിലാസത്തിൽ മാത്രം 327 വോട്ടുകൾ ചേർപ്പിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. കോർപ്പറേഷൻ അത് 327 വോട്ടുകൾ ഒറ്റ വീടിനകത്ത് മാത്രം ചേർപ്പിച്ചിരിക്കുന്നു. കഴിഞ്ഞ ദിവസവും അടൂർ പ്രകാശ് പറയുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു. ശ്രീ സമ്പത്ത് കാലാകാലങ്ങളായിട്ട് ആറ്റിങ്ങലിൽ ജയിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പറയുന്ന കള്ള വോട്ട് അവിടെ ചേർത്തിരിക്കുന്നതിന്റെ ബലത്തിൽ മാത്രമാണെന്ന്. അപ്പം നിങ്ങൾ ഇപ്പോൾ ഈ പറയുന്ന ജനാധിപത്യം സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കുന്നതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ജനങ്ങളെ കൺഫ്യൂസ് ചെയ്യിക്കലും ഞങ്ങളുടെ കഴിവുകേട് കൊണ്ടല്ല തോൽക്കുന്നത് എന്നുള്ള ഒരു നറേറ്റീവ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ നിങ്ങൾ സുരേഷ് ഗോപിക്ക് എതിരായിട്ട് ഇപ്പോൾ പ്രധാനമായിട്ട് ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ആരോപണം എന്താണ്? സുരേഷ് ഗോപിക്കും കുടുംബത്തിനും തൃശ്ശൂരിൽ വോട്ടുണ്ടാണ്. ശരിയാണ്, അദ്ദേഹവും അദ്ദേഹത്തിന്റെ കുടുംബത്തിലെ 11 പേരും തൃശ്ശൂരിൽ വോട്ട് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതെങ്ങനെയാണ് അദ്ദേഹത്തിന് വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചത്? കഴിഞ്ഞ 5 വർഷമായിട്ട് അദ്ദേഹം തൃശ്ശൂരിൽ നിന്ന് പ്രവർത്തിക്കുകയായിരുന്നു. അദ്ദേഹം തൃശ്ശൂരിൽ വാടകയ്ക്ക് ഒരു വീടെടുത്തിട്ട് അവിടെ നിന്ന് പ്രവർത്തിക്കുകയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് അവിടെ വീടുണ്ടായിരുന്നു. ആ വീടിനകത്ത് സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിന്റെ കുടുംബത്തിന് താമസിക്കുവാൻ കഴിയും. 6 മാസത്തിന് മുകളിൽ ഒരു വീട്ടിൽ താമസിക്കുന്നു എന്നുണ്ടെങ്കിൽ ആ വീട്ടിന്റെ വാടക ചീട്ട് കാണിച്ചു കഴിഞ്ഞാൽ ആ വീട്ടിലേക്ക് വോട്ട് ചേർപ്പിക്കാമെന്നേ. അത് നമുക്കറിയാം. ശാസ്തമംഗലത്ത് അദ്ദേഹത്തിന് വോട്ടുണ്ട്. അദ്ദേഹം അവിടെ വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമല്ലേ അത് കള്ള വോട്ടാകുന്ന സാഹചര്യം ഉണ്ടാവുന്നുള്ളൂ. രണ്ടിടത്ത് പാടില്ല. അദ്ദേഹം ചെയ്തിട്ടില്ലല്ലോ. രണ്ടിടത്ത് പാടില്ല. നമുക്കൊരു വേറൊരു തലത്തിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. മാത്രമല്ല, ഞാൻ തന്നെ ആരോപണം ഉന്നയിക്കുമ്പോൾ ഞാൻ തന്നെ സൂക്ഷിക്കേണ്ടതാണ്. കാരണം പല ആളുകൾക്കും അങ്ങനെ രണ്ടിടത്തുണ്ട്. അത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ശ്രദ്ധിക്കേണ്ടത്. പക്ഷെ അവരത് വോട്ട് ചെയ്യാറില്ല. പക്ഷെ അത് ചേർക്കാൻ പാടില്ല. ഡിബേറ്റ് ബഹളത്തിലേക്ക് പോകും. നമുക്ക് കാര്യം വിശദമായിട്ട് കാര്യം പറയാൻ സാധിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടാവും. ഞാൻ പറഞ്ഞു വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഉണ്ണികൃഷ്ണ മാസ്റ്റർ എന്ന് പറയുന്ന ആള് കഴിഞ്ഞ എത്രയോ കാലങ്ങളായിട്ട് സുരേഷ് ഗോപിക്ക് ഒപ്പം തന്നെ തൃശ്ശൂരിൽ നിന്ന് പ്രവർത്തിക്കുന്ന ആളാണ്. സ്വാഭാവികമായിട്ട് അദ്ദേഹം അവിടെ ഒരു വീട്ടിൽ താമസമുണ്ട്. അദ്ദേഹം 6 മാസത്തിന് മുകളിൽ ആ വീട്ടിൽ താമസമുണ്ട് എന്നുള്ളപ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ വിലാസത്തിലാണ് അദ്ദേഹത്തിന്റെ എഴുത്തുകുത്തുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടക്കുന്നതെന്ന് വരുമ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് അവിടേക്ക് വോട്ട് മാറ്റാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടെന്നേ. ഈ 10, 25, 50 നേതാക്കൾ ഇവിടെ വന്ന് പ്രവർത്തിക്കുമ്പോൾ അവരൊരു 6-7 മാസം അല്ലെങ്കിൽ 1 വർഷം 2 വർഷം അവിടെ ക്യാമ്പ് ചെയ്ത് പ്രവർത്തിക്കുമ്പോൾ ഈ 10-50 പേര് അവിടെ വോട്ട് ചേർപ്പിച്ചത് കൊണ്ടാണോ ഇവിടെ 75,000 വോട്ടിന് ഇദ്ദേഹം തോറ്റുപോകുന്ന സാഹചര്യം ഉണ്ടാകുന്നത്? നമുക്കറിയാം, ഇപ്പോൾ സുരേഷ് ഗോപിക്ക് ഇപ്പോഴാണ് ഒരു ഓഫീസ് സംവിധാനം അല്ലാത്ത രീതിയിലാകുന്നത്. അദ്ദേഹത്തിന് ഔദ്യോഗികമായിട്ട് സെക്രട്ടറിമാരുണ്ടാകുന്നത്. അതിന് മുമ്പ് വരെ അദ്ദേഹത്തിന്റെ സെക്രട്ടറി ആരായിരുന്നു? നിങ്ങൾ മാധ്യമ പ്രവർത്തകർക്ക് ഉൾപ്പെടെ അറിയാവുന്നതാണ്. അദ്ദേഹത്തിന്റെ അനുജനായിരുന്നു അദ്ദേഹത്തിന്റെ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിച്ചിരുന്നത്. അപ്പോൾ അദ്ദേഹത്തിന്റെ കൂടെ തന്നെയാണ് അനുജനും താമസിക്കുന്നത്. അപ്പോൾ ഈ കാര്യത്തിൽ തെറ്റില്ല എന്നാണ് താങ്കൾ പറയുന്നത്. ഇപ്പോൾ 2024 തൃശ്ശൂർ ആലത്തൂർ മണ്ഡലങ്ങളിലെ വോട്ടർ പട്ടികയിൽ പേരുണ്ടായിരുന്നവരുണ്ട് ഒരേ സമയം. ഈ ഷാജി എന്നയാളുടെ, ഷാജി വരവ് അല്ലേ, ഷാജിക്കും 2 ഇടങ്ങളിൽ വോട്ടുണ്ടായിരുന്നു. 2 വ്യത്യസ്ത മേൽവിലാസം. ആലത്തൂരിൽ 11, തൃശ്ശൂരിൽ 37-ാം ബൂത്തിലുമായിരുന്നു. അപ്പോൾ ഇതിനെ നിങ്ങൾ പൂർണ്ണമായിട്ടും തള്ളിക്കളയുകയാണെങ്കിൽ കുഴപ്പമില്ല. അങ്ങനെയാണെങ്കിൽ എല്ലാവരുടെയും കാര്യം സമ്മതിക്കേണ്ടി വരും. കഴിഞ്ഞ ദിവസം ഷാജി തന്നെ ചാനലുകൾക്ക് മുമ്പിൽ വന്ന് പറഞ്ഞിരുന്നു അദ്ദേഹം ജോലി സംബന്ധമായ ആവശ്യത്തിന് വേണ്ടി തൃശ്ശൂരിൽ വന്നിരുന്നു. അദ്ദേഹത്തിന് സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം തൃശ്ശൂരിൽ അദ്ദേഹം താമസിച്ചിരുന്ന വാടക വീട്ടിൽ വോട്ട് ചേർത്തു. അദ്ദേഹത്തിന്റെ പ്രായമായ അമ്മയ്ക്ക് തൃശ്ശൂരിലേക്ക് മാറി താമസിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടായിരുന്നത് കൊണ്ട് അദ്ദേഹം കുടുംബമായിട്ട് അങ്ങോട്ട് മാറുന്ന പരിപാടി അദ്ദേഹം ഉപേക്ഷിച്ചു. അതിനുശേഷം അദ്ദേഹം ആലത്തൂരിൽ മാത്രമേ വോട്ട് ചെയ്തുള്ളൂ. ഞാൻ തൃശ്ശൂരിൽ വോട്ട് ചെയ്യാൻ പോലും വന്നില്ല. 2 വോട്ടുണ്ടായിരുന്നു എന്നുള്ള സാങ്കേതിക പ്രശ്നം ഇതാണ്. സാങ്കേതിക പ്രശ്നം സത്യവാങ്മൂലം കൊടുക്കുമ്പോൾ മറ്റൊരു മണ്ഡലത്തിൽ വോട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് സത്യവാങ്മൂലം നൽകുന്നത്. അവിടുത്തെ പേര് മാറ്റിയിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ്, ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും തെറ്റാണ്. ശാസ്ത്രപകലത്തുമുണ്ട്. അതുപോലെ തന്നെ തൃശ്ശൂരിലെ 115 ബൂത്തിലും സുരേഷ് ഗോപിക്കുണ്ട്. മഞ്ജുഷ, ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തെരഞ്ഞെടുപ്പിന്റെ നടുവിൽ നിൽക്കുന്ന സമയത്ത് ഒരുപാട് ആൾക്കാർ പലതരത്തിൽ കൊണ്ടുപിടിച്ച പ്രവർത്തനങ്ങൾ നടക്കുന്ന സമയമാണ്. തലയ്ക്ക് മീതെ നിന്ന് പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ ഈ നിയമത്തിന്റെ നൂലാമാലകളിലോ അതിന്റെ ടെക്നിക്കൽ വശങ്ങളിലേക്കോ ഒക്കെ ഇറങ്ങിപ്പോകുവാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും സാധിച്ചു എന്ന് വരില്ല.
സ്വാഭാവികമായിട്ടും എന്താണ് ചെയ്യാനുള്ള പണി ഒരു വശത്തുകൂടി ചെയ്തു പോകുന്നുള്ളത്. ഇതൊക്കെ ഇത്ര വലിയൊരു വിവാദമായിട്ട് മാറും എന്നുള്ള കാര്യം പിന്നീടല്ലേ ആൾക്കാർ ശ്രദ്ധിക്കുന്നുള്ളൂ. ഇപ്പൊ രമേശ് ചെന്നിത്തലയ്ക്ക് ഇതേ 2 മണ്ഡലങ്ങളിൽ വോട്ടുണ്ട് എന്നുള്ള 2 ബൂത്തുകളിൽ വോട്ടുണ്ട് എന്നുള്ള കാര്യം ഇന്ന് രാവിലെ BJP പുറത്തുവിട്ടിട്ടുണ്ട്. കേരളത്തിന്റെ മുൻ പ്രതിപക്ഷ നേതാവാണ്, മുൻ ആഭ്യന്തരമന്ത്രിയാണ്. അദ്ദേഹത്തിന് നിയമം അറിഞ്ഞുകൂടാത്തത് കൊണ്ടല്ലോ, ചിലപ്പോൾ അദ്ദേഹം ഒരിടത്ത് ചേർപ്പിച്ചിട്ടുണ്ടാവും. മാത്രവുമല്ല, എന്താണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിനല്ലല്ലോ ഇപ്പോൾ സുരേഷ് ഗോപിക്ക് 2 വോട്ടിന്റെ കാര്യം പറഞ്ഞു വരുന്നത്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലല്ലേ, ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിലല്ലേ. ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിനകത്ത് ഈ വോട്ട് ചേർപ്പിക്കുന്ന പ്രക്രിയ തന്നെ വ്യത്യസ്തമാണ് പോകുന്നത്. രണ്ട് വോട്ടർ പട്ടികയിലും പേരുണ്ട്. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ശാസ്ത്രമംഗലത്ത് അതാണ് ഞാൻ പറഞ്ഞു തെരഞ്ഞെടുപ്പിനകത്ത്, അസംബ്ലി തെരഞ്ഞെടുപ്പിലും അതുപോലെ തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ശാസ്ത്രമംഗലത്ത് തന്നെയാണ് അദ്ദേഹം വോട്ട് ചെയ്യുന്നത്. അതിൽ മാറ്റിയിട്ടില്ല. അതിപ്പോൾ ശരിയാണ്, രമേശിന്റെ കാര്യത്തിലും ശരിയാണ്. സേനാപതി രമേശ് ചെന്നിത്തല മനഃപൂർവ്വമായിട്ട് പോയിട്ട് 2 സ്ഥലത്ത് വോട്ട് ചേർപ്പില്ല പറയുന്നില്ല. കാര്യം എന്താ വെച്ചാൽ ഇത് സ്വാഭാവികമായിട്ട് മനുഷ്യർക്ക് പറ്റുന്നതാണ്. ഇപ്പൊ ഞാൻ കാലങ്ങളോളം വാടകയ്ക്ക് താമസിച്ചിരുന്ന ഒരാളാണ്. ഞാൻ അത് കഴിഞ്ഞതിന് ശേഷം വീട് സ്വന്തമായിട്ട് നമ്മൾ മാറുന്ന സമയത്ത് ചിലപ്പോൾ 2 സ്ഥലത്ത് നമുക്ക് വോട്ട് കിടക്കും. ഒരെണ്ണം നമ്മൾ ഡിലീറ്റ് ചെയ്യാൻ വിട്ടുപോകുന്നതായിരിക്കും, മനഃപൂർവ്വം ചെയ്യുന്നതല്ല. സ്വാഭാവികമായിട്ട് ഇത് ഈ ചർച്ച കേട്ടുകൊണ്ടിരിക്കുന്ന മനുഷ്യർക്ക് മുഴുവനും മനസ്സിലാകുന്ന ഒരു വിഷയം മാത്രമാണത്. അപ്പൊ ഇത്തരത്തിലുള്ള വിഷയങ്ങളെ മുഴുവൻ ക്രോഡീകരിച്ചു കൊണ്ടുവന്നിട്ട് ഇതേ ഇന്നിപ്പോൾ വയനാട്ടിൽ 93,000 വോട്ടുകളിൽ ക്രമക്കേടുണ്ട് എന്നുള്ള കാര്യം കേന്ദ്രത്തിൽ അനുരാഗ് താക്കൂർ പത്രസമ്മേളനം വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അതിന്റെ എവിഡൻസ് മുമ്പിൽ വയ്ക്കാനും തയ്യാറാണ്. റായ്ബറേലിയിൽ 3 ലക്ഷത്തിലധികം വോട്ടുകളുടെ ക്രമക്കേട് നടന്നിട്ടുണ്ട്. വയനാട്ടിൽ 93,000, റായ്ബറേലിൽ 3 ലക്ഷത്തിന് പുറത്ത്. അപ്പൊ ഈ 2 സ്ഥലത്തും അത്തരത്തിലുണ്ട്. അപ്പൊ ഇതിനെ മുഴുവൻ ഒരു വലിയ പവർ പോയിന്റ് പ്രസന്റേഷൻ ആക്കിയിട്ട് കൊണ്ടുവന്ന് അവതരിപ്പിക്കുന്ന സമയത്ത് ജനങ്ങൾക്കിടയിൽ കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യാനാണ്. ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞു തീർത്തോട്ടെ, ഒറ്റ കാര്യം കൂടി. ഇവരുടെ ഉദ്ദേശം കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യുകയാണ് എന്ന് ഞാൻ പറയുവാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ, ഇന്നിപ്പോൾ VT ബൽറാം ഒരു ഫേസ്ബുക്ക് പോസ്റ്റുമായിട്ട് വന്നു. എന്തായിരുന്നു അദ്ദേഹം പറഞ്ഞത്? വാരണാസിയിലെ ഒരു സന്യാസിയുടെ ആശ്രമത്തിൽ 50 പേർക്ക് ഒരു അച്ഛൻ എന്നും പറഞ്ഞിട്ടാണ് VT ബൽറാം വന്നിരിക്കുന്നത്. അത് കുറച്ച് കഴിഞ്ഞപ്പോൾ അത് തെളിയുന്ന സാഹചര്യം ഉണ്ടായി. എന്താണ് അത്? ഒരു അച്ഛനല്ല, അദ്ദേഹം ഗാർഡിയനാണ്, ഒരു ആശ്രമമാണ്, മഠാധിപതിയാണ്. അപ്പൊ മഠാധിപതിയെ ഗാർഡിയനായിട്ടായിരിക്കും അവിടെയുള്ള ഈശ്വരൻ. പോത്തങ്കോട് എത്തിക്കഴിഞ്ഞാൽ മാണിക്കൽ പഞ്ചായത്തിനകത്ത് ശാന്തിഗിരി ആശ്രമത്തിനകത്ത് കരുണാകര ഗുരുവിനെയാണ് ഗാർഡിയനായിട്ട് വരുന്നത്. 244 വോട്ടേഴ്സ് ഉണ്ട്. നിങ്ങൾ പല കന്യാസ്ത്രീ മഠങ്ങളിലും പോയി കഴിഞ്ഞാൽ സുപ്പീരിയർ ആണ്. 10 സെക്കൻഡ് ഞാൻ ഈ പോയിന്റ് ഫിനിഷ് ചെയ്തോട്ടെ. 10 സെക്കൻഡ് പറഞ്ഞു വന്നത് മറ്റൊന്നുമല്ല. VT ബൽറാമിന് ഈ വിവരം കൊടുത്തത് വാരണാസിയിലുള്ള കോൺഗ്രസ്സുകാരായിരിക്കുമല്ലോ. എന്തിനാ ഇത് കൊടുക്കുന്നത്? വാരണാസിയിലുള്ള അവർക്ക് അറിഞ്ഞുകൂടാത്തത് കൊണ്ടല്ലോ ഇത് ഇങ്ങനെയാണ് എന്നുള്ള കാര്യം. പകരം എന്തിനാണ് കേരളത്തിലിരിക്കുന്ന സാധാരണ ജനങ്ങൾക്ക് ഇത് അറിഞ്ഞുകൂടാത്തത് കൊണ്ട് ഇവിടെ കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യുക, ആ കൺഫ്യൂഷന്റെ പുറത്ത് പ്രചരണം നടത്തുക, ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക. സേനാപതി വേണു, ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. ഒരു വിധപ്പെട്ട എല്ലാവർക്കും ഇതറിയാം. ഇപ്പോൾ ഞാൻ തന്നെ ഇപ്പോൾ വൈക്കത്താണ് എൻ്റെ വോട്ടുണ്ടായിരുന്നത്. അവിടെ നിന്ന് ഞാൻ തിരുവനന്തപുരം വട്ടിയൂർക്കാവിലേക്ക് മാറ്റുകയാണെങ്കിൽ മിക്കവാറും അവിടെയും എൻ്റെ പേര് കിടക്കും. അത് സ്വാഭാവികമായിട്ട് ഉണ്ടാവുന്നതാണ്. ഇപ്പോൾ ആ ഫോം തന്നെ ഏതൊക്കെയാണ്, ഫോം 6, 7, 8 എന്നുള്ള ഫോമൊക്കെ ഉണ്ടല്ലോ, അത് ഏതാണ് കൊടുക്കുന്നത് എന്നതിൽ ആശയക്കുഴപ്പമുണ്ടാവും. ഇനി അത് കൊടുത്താൽ തന്നെ മാറ്റില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. ഈ ആറ്റിങ്ങലിലേക്ക് ഞാൻ വീണ്ടും വരികയാണ്. 1,14,000 ആളുകളുടെ വോട്ടുകളിൽ ഇരട്ടിപ്പുണ്ടായിരുന്നുവെന്ന് നിങ്ങളുടെ നേതാവ് തന്നെ അന്ന് പറഞ്ഞ കാര്യമാണ്. അതിൽ തന്നെ എത്രയാണ് 52,000 പേര് വോട്ട് ചെയ്യാൻ വന്നില്ല എന്നുള്ള കാര്യം അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. 1,64,000 ഇപ്പോഴും ആറ്റിങ്ങലിലുണ്ട് എന്ന് പറയുന്നു. ഇതൊക്കെ എല്ലാ മണ്ഡലങ്ങൾ പരിശോധിച്ചാലും കാണുന്ന ഒന്ന് തന്നെയല്ലേ. പിന്നെ സുരേഷ് ഗോപിയെ ടാർഗറ്റ് ചെയ്യുന്നത് അത് മറ്റൊരു രാഷ്ട്രീയ ലക്ഷ്യം വെച്ചാണല്ലോ. ഒന്ന് മഞ്ജുഷ, ഇപ്പൊ ഞാനൊക്കെ ഈ ഇലക്ഷൻ പ്രക്രിയയിൽ നിരന്തരമായിട്ട് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുക, വെട്ടിമാറ്റൽ, ഇതിലൊക്കെ നിരന്തരമായിട്ട് പങ്കെടുക്കുന്ന ഒരാളായതുകൊണ്ട് എൻ്റെ പരിമിതമായ അറിവിലൂടെ പങ്കുവയ്ക്കാം. ഒന്ന്, ഫോം 4 പുതുതായിട്ടൊരു വോട്ടറെ നമ്മൾ ചേർക്കണമെങ്കിൽ സാധാരണ ഇതിൽ 18 വയസ്സ് പൂർത്തീകരിച്ച് ആളുകളെ വോട്ടർ പട്ടികയിൽ ചേർക്കുന്നതിന് ഉപയോഗിക്കുന്ന ഫോമാണ് ഫോം 4. ഇനി ഫോം 5 എന്താണെന്ന് ചോദിച്ചാൽ, നമുക്കൊരു വോട്ടറെ കുറിച്ച് ആക്ഷേപം എന്താ, അയാൾ ഈ മണ്ഡലത്തിൽ നിന്ന് താമസം മാറി പോയിരിക്കുന്നു. അപ്പോൾ ഞാൻ ഫോം 5 ഫില്ല് ചെയ്ത് കൊടുക്കും. എനിക്ക് പിന്തുണയായിട്ട് ഒരാൾ അത് സപ്പോർട്ട് ചെയ്യുന്നയാളും ഒരാൾ ആക്ഷേപം ഉന്നയിക്കുന്നയാളും, അതാണ് ഫോം 5. ഇനി ഫോം 6 അത് കറക്ഷന് വേണ്ടിയാണ്. ഇപ്പം എൻ്റെ പേര് അതല്ലെങ്കിൽ സമ്പത്തിൻ്റെ പേര്, യുവരാജ് ഗോകുലിൻ്റെ അങ്ങയുടെ പേര് തെറ്റായിട്ട് കിടക്കുന്നു, വിലാസം തെറ്റായിട്ട് കിടക്കുന്നു, നമ്മളത് കറക്ഷനായിട്ട് കൊടുക്കണം. അടുത്തത് ഫോം 7 ആണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്, സ്ഥലം മാറ്റം. ഇപ്പം ഞാൻ അങ്ങ് പറഞ്ഞ പോലെ എൻ്റെ മുമ്പ് സേനാപതി പഞ്ചായത്തിലെ 6-ാം വാർഡിലായിരുന്നു എൻ്റെ വോട്ട്. ഞാനിപ്പോൾ താമസിക്കുന്നത് നെടുങ്കണ്ടം പഞ്ചായത്തിലെ 7-ാം വാർഡിലായി. ഞാൻ ഈ ഫോം 6 ഫില്ല് ചെയ്ത് കൊടുത്ത്
ആ ചെയ്തു കൊടുക്കുമ്പോൾ അതിൻ്റെ അകത്ത് പറയുന്ന ഒരു കാര്യം, ഇവിടെ യുവരാജ് ഗോകുൽ പറഞ്ഞൊരു കാര്യം ഞാൻ അംഗീകരിക്കുകയാണ്. 6 മാസം ഒരിടത്തൊരാൾ കഴിഞ്ഞ 6 മാസം സ്ഥിരതാമസക്കാരനായിരിക്കണം, വന്നു പോകുന്നതല്ല അവിടെ പറയുന്നത്. അത് വളരെ കൃത്യമായിട്ട് ഇലക്ഷന്റെ നടപടിക്രമങ്ങളിൽ പറയുന്നു. നിങ്ങൾ 6 മാസം ഒരിടത്ത് താമസിച്ചാൽ അവിടെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ നിങ്ങൾക്ക് അവകാശമുണ്ട്. സബ്ജക്റ്റ് ടു എന്താ, നിങ്ങളുടെ വോട്ടർ പട്ടികയിൽ മറ്റെവിടെയെങ്കിലും പേരുണ്ടെങ്കിൽ ആ പേര് വെട്ടിമാറ്റി അത് ഇവിടെ അപേക്ഷ കൊടുക്കണം. ഇവിടെ സുരേഷ് ഗോപി തൃശ്ശൂരിൽ ചേർന്നതിനെ കുറിച്ചല്ല എനിക്ക് ആക്ഷേപം. ഞാൻ വളരെ വിനീതമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യം, രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹം ബാംഗ്ലൂർ സ്വദേശിയാണ്. അതെ, ചേർന്നതിൽ ആക്ഷേപം ഉന്നയിച്ചിട്ടുണ്ട് കോൺഗ്രസ്. താങ്കൾ ഉന്നയിക്കുന്നില്ല എങ്കിൽ ടി എൻ പ്രതാപൻ ഉന്നയിക്കുന്നുണ്ട്. അത് ക്രിമിനൽ കുറ്റമാണെന്നാണ് അദ്ദേഹം പറയുന്നത്. അതാണല്ലോ നിയമ നടപടിയിലേക്ക് പോകുന്നത്. ചർച്ചയിലോട്ട് വരാം. അല്ല ഞാൻ പറഞ്ഞത് അപ്പോ സുരേഷ് ഗോപി ചെയ്തിരിക്കുന്ന ഒന്നാമത്തെ തെറ്റെന്താണ്? ഒന്നാമത്തെ തെറ്റ് സുരേഷ് ഗോപി ചെയ്തിരിക്കുന്നത്, അദ്ദേഹം തൃശ്ശൂരിലെ സ്ഥിര താമസക്കാരനല്ല കഴിഞ്ഞ 6 മാസം. പാർട്ടി പ്രവർത്തനത്തിന്റെ ഭാഗമായി ഇപ്പൊ സമ്പത്ത് പാർട്ടി പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് കേരളത്തിൽ എവിടെയെല്ലാം പോകുന്നു. സേനാപതി വേണു പാർട്ടി പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് കേരളത്തിൽ എവിടെയെല്ലാം പോകുന്നു. യുവരാജ് ഗോകുൽ BJPയുടെ ഒരു വളർന്നു വരുന്ന യുവ നേതാവല്ലേ, രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് ഏതൊക്കെ ജില്ലകളിൽ പോകുന്നു. അപ്പൊ ഞാൻ അവിടെയൊക്കെ പോകുന്നുണ്ട്, അതുകൊണ്ട് എനിക്ക് അവിടെ പേര് ചേർക്കാം. അപ്പൊ ഒന്നാമത്തെ തെറ്റ് ഞാൻ പറഞ്ഞു വരുന്നതാണ്. ഒന്നാമത്തെ തെറ്റ്, നിയമവിരുദ്ധമായി സുരേഷ് ഗോപി പേര് ചേർത്തിരിക്കുന്നു. പേര് ചേർത്തതിലെ നിയമവിരുദ്ധത എന്താ? അദ്ദേഹത്തിന്റെ പേര് തിരുവനന്തപുരം കോർപ്പറേഷനകത്ത് ശാസ്തമംഗലം വാർഡിൽ നിൽക്കുകയും അദ്ദേഹത്തിന്റെ പഴയ വീട് തറവാട്ട് കൊല്ലത്ത്, അവിടെ വോട്ടില്ല, തിരുവനന്തപുരത്താണ് വോട്ടുള്ളത്. ആ വോട്ട് വെട്ടിമാറ്റാതെ അദ്ദേഹം തൃശ്ശൂരിൽ വോട്ടർ പട്ടികയിൽ പേര് ചേർത്തിരിക്കുന്നു. ഒന്നാമത്, അദ്ദേഹം അവിടുത്തെ റെസിഡന്റ് അല്ല. കഴിഞ്ഞ 6 മാസമായി അദ്ദേഹം അവിടുത്തെ റെസിഡന്റ് അല്ല. ഇവിടെ എന്താ ഞങ്ങൾ ഉന്നയിക്കുന്ന ആരോപണത്തിൽ ഒരു ക്രക്സ്? സുരേഷ് ഗോപി ഒരാളോ അദ്ദേഹത്തിന്റെ അനുജൻ ഒരാളോ അല്ല. വോട്ടർ പട്ടികയിൽ സുരേഷ് ഗോപി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു എന്ന കാരണത്താൽ നാട്ടിലുള്ള മുഴുവൻ BJPക്കാർ, ഇപ്പൊ ആലത്തൂരിൽ നിന്ന് കണ്ടു 273 പേര്, അവർ ആലത്തൂർ അസംബ്ലി മണ്ഡലത്തിലെ താമസക്കാരാ, അവർ തൃശ്ശൂർ അസംബ്ലി മണ്ഡലത്തിലെ താമസക്കാരല്ല. അവരെല്ലാം വാടക ചീട്ടിന്റെ പിൻബലത്തിൽ, അതിലെ ഒരു വീട്ടമ്മ പറഞ്ഞത്, എന്റെ വീട്ടിൽ ഞാനിത് വാടകയ്ക്ക് കൊടുത്തു, ഒരു വാടക ചീട്ട് എഴുതി, ഇവരെ ആരെയും ഞാൻ കണ്ടിട്ടില്ല, കഴിഞ്ഞ 6 മാസമായി ഇവർ ഈ വോട്ടർ പട്ടികയിൽ പേര് നിൽക്കുകയാണ്. അപ്പൊ ഇതിനെ ആണ് പറയുന്നത് സയന്റിഫിക് പോൾ റിഗ്ഗിംഗ്. ഞാൻ പഴയ ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ അന്നത്തെ ഒരു വാക്കുകൾ കടമെടുക്കുക. ഒരുപക്ഷെ സമ്പത്ത് സാറിന് അത് ഓർമ്മയുണ്ടാവും. RVS പെരിശാസ്ത്രി എന്ന് പറയുന്ന ഒരു പഴയ തെരഞ്ഞെടുപ്പ് കമ്മീഷനുണ്ട്. അതിനു മുമ്പ് VS രമാദേവി ഉണ്ടായിരുന്നു. അവരൊന്നും ഓർമ്മയിലില്ല എന്ന് പറഞ്ഞാൽ അവരുടെയൊക്കെ കാലഘട്ടം വലിയ പ്രസക്തമല്ല. ഈ RVS പെരിശാസ്ത്രി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതല ഒഴിയുമ്പോൾ അന്നത്തെ ഇന്ത്യയിലെ ഒരു പ്രശസ്ത പത്രപ്രവർത്തകനുമായിട്ട് നടത്തിയ ഒരു ഇന്റർവ്യൂവിൽ അദ്ദേഹം ചോദിച്ചു, ഈ തെരഞ്ഞെടുപ്പ് അനുഭവത്തെക്കുറിച്ച് അദ്ദേഹം എങ്ങനെയാണ് ഈ കള്ളവോട്ട് മറ്റു കാര്യങ്ങളെ കുറിച്ച്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, വടക്കേ ഇന്ത്യയിലൊക്കെ പല ബൂത്തുകളിലും ബലമായിട്ട് വന്ന്, ഇപ്പോൾ സ്ഥാനാർത്ഥിയുടെ ആളുകൾ ഗുണ്ട സഹായമൊക്കെ ഉണ്ടെങ്കിൽ അവർ ബലമായിട്ട് കയറി വന്ന് പോളിംഗ് ഓഫീസറെ ചിലപ്പോൾ ഭീഷണിപ്പെടുത്തില്ല, അടിച്ചു ഓടിച്ച് വോട്ട്, ഇപ്പൊ കൈപ്പത്തിക്കാണെങ്കിൽ കൈപ്പത്തിക്ക്, അരിവാൾ ചുറ്റിക നക്ഷത്രത്തിലാണെങ്കിൽ അരിവാൾ ചുറ്റിക നക്ഷത്രം, താമരയിലാണെങ്കിൽ താമര, ഇനി അമ്പും മില്ലു ആണെങ്കിൽ അമ്പും മില്ല്, റാന്തൽ വിളക്കിലാണ് ആ ചിഹ്നം കുത്തിയിട്ടിട്ട് അവർ പോകും. അത് ബൂത്ത് പിടിച്ചെടുത്തുള്ള നടപടിയാണ്. വേറൊന്ന്, ഇപ്പോ ഗോപാൽ സ്വാമിയുടെ സ്ഥാനത്ത് രാമസ്വാമി വന്നു നിന്ന് വോട്ടറാണ് എന്ന് പറഞ്ഞ്, ഇതൊക്കെ ഐഡന്റിറ്റി കാർഡ് ഇല്ലാത്ത ഒരു കാലഘട്ടത്തിലാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ നടക്കുന്നത് സയന്റിഫിക് പോൾ റിഗ്ഗിംഗ് ആണ്. ആ സയന്റിഫിക് പോൾ റിഗ്ഗിങ്ങിന് സമ്പത്ത് സാർ എന്നോട് പിണങ്ങരുത്. അദ്ദേഹം ഉദാഹരണമായിട്ട് പറഞ്ഞിരിക്കുന്നത് ബംഗാളും കേരളവുമാണ്. ഞാൻ കമ്മ്യൂണിസ്റ്റുകാർക്ക് ഇലക്ഷനിൽ തത്വദീക്ഷ ഉണ്ടോ എന്നുള്ളതൊക്കെ പിന്നീടുള്ള കാര്യം. എങ്ങനെയും തെരഞ്ഞെടുപ്പ് ജയിക്കാനുള്ള എല്ലാ കൃത്രിമ മാർഗവും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്നാണ് ഉരുത്തിരിഞ്ഞിരിക്കുന്നത് എന്ന നിങ്ങളുടെ ഒരു നേതാവ് ആർജവത്തോടെ ശ്രമിക്കുകയും ചില സാങ്കേതിക വിദഗ്ധരെ കൊണ്ടുവന്ന് പരിശോധിക്കുകയും ചെയ്തുകൊണ്ട് സമ്പത്തിന് 2019 കൈപ്പേറിയ അനുഭവമായി. അത്രയേ ഉള്ളൂ. ശരി, സേനാപതി വേണു. ഞാൻ പറഞ്ഞത്, ഞാൻ ഈ ചർച്ചയിൽ പോസിറ്റീവായിട്ട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, വോട്ടർ പട്ടിക സംശുദ്ധമായിരിക്കണം. സുരേഷ് ഗോപി തെറ്റ് ചെയ്തുകൊണ്ട് BJPക്കാരനാണ്, അത് ന്യായീകരിക്കരുത്. രമേശ് ചെന്നിത്തലയുടെ പേര് 2 വോട്ടർ പട്ടികയിലുണ്ടെങ്കിൽ അത് തെറ്റാണെന്ന്, അത് അങ്ങനെ സുരേഷ് ഗോപി എന്ത് തെറ്റ് ചെയ്തു അത് തന്നെയാണ് സാർ രമേശ് ചെന്നിത്തലയും ചെയ്തിരിക്കുന്നത്. ഇതിങ്ങനെ കറങ്ങി വന്നാൽ നിങ്ങളുടെ ഓരോ നേതാക്കളുടെയും തലയിലേക്ക് തന്നെ വരും. അത്രേ ഉള്ളൂ. വയനാട്ടിൽ എത്രയാണ്? വയനാട്ടിൽ കൃത്യം നമ്പർ ഞാൻ ഓർക്കുന്നില്ല. ഇന്ന് അനുരാഗ് ഠാക്കൂർ പറഞ്ഞു എത്രയാണ്, 93,000 വയനാട്ടിലെ സംഖ്യ പ്രിയങ്ക മത്സരിച്ചപ്പോൾ അല്ലേ? തീർച്ചയായിട്ടും. ഈ 93,000 വോട്ട് ഇപ്പം BJPയുടെ നേതാവ് ഇന്ന് വൈകുന്നേരം പത്രസമ്മേളനം നടത്തി കുറെ ആളുകളുടെ പേരുകളൊക്കെ പറഞ്ഞു എന്നുള്ളതല്ലാതെ അതിനകത്ത് കൃത്യമായി എന്തെങ്കിലും രേഖകളോ തെളിവുകളോ ഉണ്ടെങ്കിൽ വരുന്ന ദിവസം നമ്മൾ പരിശോധിക്കണമല്ലോ, അതും ചർച്ചയാക്കണമല്ലോ. ആ കാര്യത്തിലൊന്നും ആർക്കും തർക്കമില്ല. ഇത് ചർച്ചയാക്കി വന്നാൽ ഇത് മറ്റൊരു തലത്തിലേക്ക് ഇത് പോവുകയുള്ളൂ. പരസ്പരം കുറെ ആരോപണം ഉന്നയിക്കും, ജനങ്ങളെ കൺഫ്യൂസ്ഡ് ആക്കും. അതിലേക്ക് പോവുകയാണ് ഈ കാര്യങ്ങൾ. ജനങ്ങളെ കൺഫ്യൂസ്ഡ് ആക്കാന്നുള്ളതാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഒരുപക്ഷെ മഞ്ജുഷെ, ഈ ചർച്ച ഒരുപക്ഷെ ഇത് നമ്മുടെ ജനാധിപത്യ പ്രക്രിയയ്ക്ക് ആരോഗ്യകരമായി. കാരണം TN ശേഷം ചൂണ്ടിക്കാണിച്ചതുപോലെ ഒരാളും
വ്യാജ വോട്ടർ വന്ന് വോട്ട് ചെയ്യാൻ പാടില്ല, ഒരാളും കള്ളവോട്ട് ചെയ്യാൻ പാടില്ല, ഒരു വ്യാജ വോട്ടർ പട്ടികയിൽ ഉണ്ടാകാൻ പാടില്ല, സംശുദ്ധമായ ഒരു വോട്ടർ പട്ടികയിൽ സംശുദ്ധമായ ഒരു തെരഞ്ഞെടുപ്പും. അതായത് സയന്റിഫിക് ആയ രീതിയിൽ എങ്ങനെ വോട്ട് ചെയ്യണം എന്നുള്ളതാണ് ഇപ്പോഴുള്ളത്. എങ്ങനെ അതിൽ കള്ളത്തരം കാണിക്കാമെന്ന്. കാരണം ID കാർഡ് ഒക്കെ വന്നതോടുകൂടി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഈ നേരത്തെ പറഞ്ഞതുപോലെ ഈ വോട്ട് കുത്തിയിടലൊന്നും പറ്റില്ല, ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ വന്നതോടുകൂടി. അപ്പോഴാണ് താങ്കൾ കൃത്യമായിട്ട് അത് പറഞ്ഞു. അത് തന്നെയാണ് നടക്കുന്നതും. മണ്ഡലം മാറി വോട്ട് ചെയ്യുക എന്നുള്ളത്. എവിടെയാണോ തങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് വിജയസാധ്യത കൂടുതൽ അവിടെ പേര് ചേർത്ത് അങ്ങനെ മണ്ഡലം മാറി വോട്ട് ചെയ്യുക എന്നുള്ളത്. അതിലും ഈ നിയമം അവിടെയുണ്ട്, ഈ 6 മാസം എന്നുള്ളത്. അതിൽ ചില കൃത്രിമം കാണിക്കുകയാണ് ചെയ്യുന്നത്. അതെല്ലാവരും പയറ്റുകയാണ്. അതാണ് ജനാധിപത്യത്തെ നിങ്ങൾ എല്ലാവരും വെല്ലുവിളിക്കുന്നു എന്ന് പറയേണ്ടി വരുന്നത്. അല്ല ഇവിടെ ആരെങ്കിലും 2 പേരോ 4 പേരോ അല്ലല്ലോ. ഇവിടെ വ്യാപകമായ രീതിയിൽ പരിസരത്തുള്ള വയനാട്ടിൽ വ്യാപകമാണ്. 93,000 ആറ്റിങ്ങലിലെ പറയണ്ടല്ലോ 1,14,000 ആയിരുന്നു. പരിശോധിക്കണം. മണ്ഡലത്തിന് പുറത്തു നിന്ന്, അതായത് വയനാട് പാർലമെന്റ് മണ്ഡലത്തിനകത്തുള്ള അസംബ്ലി നിയോജക മണ്ഡലത്തിൽ നിന്ന് പുറത്തു നിന്ന് ആരെങ്കിലും വന്ന് ചേർന്നിട്ടുണ്ടെങ്കിൽ അവർ 6 മാസം അവിടെ താമസിച്ചവരാണോ, അവരുടെ റെസിഡൻസ് സർട്ടിഫിക്കറ്റ് എവിടുന്നാണ്, അവരുടെ വാടക ചീട്ട് എവിടുന്നാണ്, ഇത് പരിശോധിക്കണമെന്നേ. കാരണം ഈ വോട്ടർ പട്ടികയും ഈ പ്രക്രിയയും ഇത് സംശുദ്ധമായി മാറണം. ഇത് മാറിയെങ്കിൽ മാത്രമേ ആരോഗ്യകരമായ ഒരു ജനാധിപത്യം നിലനിൽക്കുകയുള്ളൂ. ഞാൻ മഞ്ജുഷ ഇതിനൊരു അങ്ങനെ ഒരു സംവാദം വരട്ടെ. അതല്ലാതെ സുരേഷ് ഗോപി ജയിച്ചതെല്ലാം ഈ വ്യാജ വോട്ടുകളുടെ പിൻബലത്തിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ ടാർഗറ്റിങ്ങും അദ്ദേഹത്തിന്റെ MP ഓഫീസിലേക്ക് മാർച്ച് നടത്തുകയും കരിയോയിൽ ഒഴിക്കുകയും ചെരുപ്പുമാല അണിയിക്കുകയും ചെയ്തതുകൊണ്ട് ഇത് എവിടെ ചെന്ന് അവസാനിക്കും എന്നുള്ളതാണ്. അല്ല, സുരേഷ് ഗോപി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു എന്ന കാരണത്താൽ, മഞ്ജുഷ, സുരേഷ് ഗോപി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു എന്ന കാരണത്താൽ സമീപ ജില്ലകളിലെയോ സമീപ മണ്ഡലങ്ങളിലെയോ BJP-ക്കാരെല്ലാം തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ വോട്ട് ചേർക്കാമെന്നോ, അവര് ഫ്ളാറ്റ്, ഇവിടെ സമ്പത്ത് സാർ സൂചിപ്പിച്ച പോലെ അടഞ്ഞു കിടക്കുന്ന ഫ്ളാറ്റ്, ഇല്ലെങ്കിൽ നാട്ടിൽ ഉടമകളില്ലാത്ത ഫ്ളാറ്റ്, അതിന്റെ പേരിൽ എന്താ പറഞ്ഞ വാടക ചീട്ട് ഉണ്ടാക്കി അവരെല്ലാം വോട്ടർ പട്ടികയിൽ ചേരാമെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതെന്ത് ശരിയാണ് യുവരാജ്, അത് ശരിയാണ്. അതല്ല, ജയസാധ്യതയുള്ള സ്ഥലത്ത് ഇങ്ങനെ വന്ന് കൂട്ടത്തോടു കൂടി താമസിക്കുകയും അവിടെ വന്ന് വോട്ടർ പട്ടികയിൽ ഇടം നേടുകയും ചെയ്യുന്നത് ജനാധിപത്യത്തിന് ഒട്ടും ഭൂഷണമായ കാര്യമല്ല. അല്ല, തീർച്ചയായിട്ടും അല്ല. ഇവരെവിടെ നിന്നാണ് മഞ്ജുഷ വന്നു എന്ന് ആരോപിക്കുന്നത്? ഇവർ ആരോപിക്കുന്നത് തൊട്ടടുത്തുള്ള ആലത്തൂർ, എൻ്റെ പാർലമെന്റ് കോൺസ്റ്റിറ്റ്യുവൻസിയുടെ പേര് ഞാൻ മറന്നുപോയി, ആലത്തൂരിരിക്കുന്ന ചേലക്കര അല്ലേ, ചേലക്കരയിൽ നിന്നാണ് ചേലക്കര നിയമസഭ, ആലത്തൂർ പാർലമെന്റ് എന്നാണ്. ആലത്തൂർ പാർലമെന്റിൽ നിന്ന് എത്ര വോട്ട് ചേർപ്പിച്ചു എന്ന് പറഞ്ഞിരിക്കുന്നത്? 60,000 വോട്ട് ചേർപ്പിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് 2019 പാർലമെന്റ് തെരഞ്ഞെടുപ്പിനേക്കാളും 60,000 വോട്ട് കുറയണ്ടേ? 2019 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ BJPക്ക് അവിടെ ഉള്ളത് 89,000 വോട്ടെന്തോ മറ്റോ ആണ് ആലത്തൂരിലുള്ളത്. അത് 29,000 കുറയണ്ടേ? ലോജിക്കല്ലേ ഞാൻ ചോദിക്കുന്നത്? ലോജിക്കല്ലേ? 1,89,000 വർദ്ധിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ആലത്തൂരിലെ വോട്ട് മുഴുവൻ കൊണ്ടുവന്ന് തൃശ്ശൂരിൽ ചേർത്തു എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ആലത്തൂരിലെ വോട്ട് പോട്ടെ, ഒരു 5,000 വോട്ടെങ്കിലും കുറയണ്ടേ? ഞാൻ പറയുന്നത് 5,000 കുറയണ്ടേ? ഇത് 1,00,000 വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. 89,000 നിന്ന് 1,89,000 വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. ഇത് എന്ത് തരം പ്രോസസ്സാണെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലാകുന്നില്ല. മാത്രമല്ല, തൃശ്ശൂരിൽ ഏറ്റവും കൂടുതൽ വോട്ട് ചേർപ്പിച്ചിരിക്കുന്നത് എവിടെയാണ്? ഗുരുവായൂർ അസംബ്ലി സെഗ്മെന്റിനകത്താണ് ചേർപ്പിച്ചിരിക്കുന്നത്, ഏറ്റവും അധികം വോട്ട് ചേർപ്പിച്ചിരിക്കുന്നത്. ആ ഗുരുവായൂരിൽ BJP 2ാം സ്ഥാനത്തോ 3ാം സ്ഥാനത്തോ ആണ്. കാരണം ഇവരാണ് അവിടെ മുമ്പിൽ നിൽക്കുന്നത്. ഇനി അതും പോട്ടെ, നമ്മുടെ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള ശ്രീ സുനിൽകുമാർ, അദ്ദേഹം സ്വന്തം ബൂത്തിൽ പിറകിലാണെന്ന്. അവിടെയും സുരേഷ് ഗോപി ഞങ്ങൾ കൊണ്ടുപോയി എവിടെന്നെങ്കിലും കൊണ്ടുവന്ന് വോട്ട് ചേർപ്പിച്ചെന്ന് അദ്ദേഹത്തിന് ആരോപണമുണ്ടോ? എങ്കിൽ അദ്ദേഹത്തിന്റെ സ്വന്തം ബൂത്തിലെങ്കിലും, വലിയ ഫ്ളാറ്റുകളൊന്നും ഉള്ള മേഖലയൊന്നും അല്ലല്ലോ, അവിടെയെങ്കിലും അദ്ദേഹത്തിന് സ്വന്തമായിട്ട് ഇറങ്ങിയിട്ടൊന്ന് ബൂത്ത് വെരിഫിക്കേഷൻ എങ്കിലും സ്വന്തം പ്രവർത്തകരെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ഇവർ ഈ വന്ന് നിന്നിട്ട് ഈ പറയുന്ന കരച്ചിൽ കരയുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇനി ഈ വോട്ട് ചേർപ്പിക്കുന്നത് ആരാ? നമ്മളിപ്പോൾ വോട്ട് ചേർക്കുവാൻ വേണ്ടിയിട്ട് അപേക്ഷ കൊടുക്കുന്നു. ഈ അപേക്ഷ കൊടുക്കുന്ന സമയത്ത് ഇത് നമ്മുടെ വീടുകളിൽ വന്ന് വെരിഫൈ ചെയ്യുന്ന ഒരാളുണ്ട്. അദ്ദേഹത്തിന് ബൂത്ത് ലെവൽ ഓഫീസർ എന്നാണ് വിളിക്കുന്നത്, BLO എന്നാണ് വിളിക്കുന്നത്. ഈ BLO ആരാണ്? ഈ BLO എന്ന് പറയുന്നത് കേരളത്തിലെ റവന്യൂ വകുപ്പ് കോർഡിനേറ്റ് ചെയ്ത് വിടുന്നത് കേരളത്തിലുള്ള സംസ്ഥാന ഉദ്യോഗസ്ഥരോ സംസ്ഥാന സർക്കാരിലുള്ള ഉദ്യോഗസ്ഥരോ ആശാ വർക്കർമാരോ അംഗനവാടി ടീച്ചർമാരോ ആണ്. ഇപ്പം നിലവിൽ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം അംഗനവാടി ടീച്ചർമാരെ ആശാ വർക്കർമാരെ ഒഴിവാക്കിയിട്ടുണ്ട്. BLO എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥരാണ്. ഈ ഉദ്യോഗസ്ഥരെ മുഴുവൻ സംസ്ഥാന സർക്കാരിൻ്റെ കീഴിലിരിക്കും. നിങ്ങൾക്കിത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയില്ല എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ ഈ ഉന്നയിക്കുന്നത് മുഴുവനും ബാലിശമായിട്ടുള്ള ആരോപണങ്ങളാണ് എന്നുള്ള കാര്യവും സുരേഷ് ഗോപിയുടെ വിജയത്തിന് റദ്ദ് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള രാഷ്ട്രീയമായിട്ടുള്ള സർക്കസ് മാത്രമാണ് എന്നുള്ള കാര്യവും കണ്ടുകൊണ്ടിരിക്കുന്ന പൊതുജനങ്ങൾക്ക് ശരിയാണ്. ശ്രീ സമ്പത്ത്, ഈ BLOമാരൊക്കെ BJPയെ സഹായിക്കാൻ പോകുന്നു എന്നൊക്കെ പറയുന്നത് ഒരു കടന്ന കൈയായി പോകും. കാരണം BLOമാരിൽ ഭൂരിഭാഗം ആളുകളും ഇടതനുഭാവികളാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവും ഉണ്ടാവുകയില്ല.
അവരുടെ ബലത്തിലാണ് നിങ്ങൾ ഇങ്ങനെയുള്ള ഇരട്ട വോട്ടുകൾ ചേർക്കുന്നത് എന്നുള്ള ആരോപണം നേരത്തെ ഉയർന്നു വന്നിട്ടുള്ളതാണ്. അപ്പോൾ അവരെല്ലാം കൂട്ടത്തോടെ പോയി ഇപ്പോൾ BJP-യെ സഹായിച്ചോ, സുരേഷ് ഗോപിയെ സഹായിച്ചോ? മഞ്ജുഷെ, നേരത്തെ ഞാൻ ഈ ചർച്ചയിൽ പറഞ്ഞ ഒരു കാര്യം, നമ്മുടെ രണ്ട് ചങ്ങാതിമാരോടും എല്ലാ സ്നേഹവും ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് തന്നെ ഞാനത് ആവർത്തിക്കുകയാണ്. ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിജയിച്ചാൽ അതെല്ലാം കള്ളവോട്ട് കൊണ്ടാണ് എന്നും, അവർ വിജയിച്ചാൽ അതെല്ലാം സത്യമായ വോട്ട് കൊണ്ടാണ് എന്നും, എൻ്റെ പിള്ള നല്ല പിള്ള, ബാക്കിയുള്ളവരുടെ പിള്ള എല്ലാം അഴുക്കപ്പിള്ള എന്നുള്ള നിലപാട് ദയവായി എടുക്കരുത്. ഇവിടെ നേരത്തെ ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിനെ കുറിച്ച് പറയുകയുണ്ടായി. എനിക്ക് മുമ്പ് അവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നിരവധി നേതാക്കൾ വിജയിക്കുകയുണ്ടായി. അവരാരും ഒന്നും ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല, എല്ലാവരും അവർ മൺമറഞ്ഞു പോയി, എൻ്റെ പിതാവ് അടക്കം. ഇപ്പോൾ കോൺഗ്രസിൻ്റെ നേതാവായി അത്തരത്തിൽ ഇപ്പോൾ ജീവിച്ചിരിപ്പുള്ള ഒരാൾ ശ്രീ വയലാർ രവിയാണ്. രവിചേട്ടൻ മാത്രമാണ്. അദ്ദേഹത്തിന് ഇത്തരം ഒരു ചർച്ചയ്ക്കൊന്നും പങ്കെടുക്കാനായിട്ട് കഴിയുന്നൊരു ആരോഗ്യസ്ഥിതിയിലല്ല. അവിടെ ചേർക്കപ്പെട്ട വോട്ട് മുഴുവനും ഞങ്ങളുടെ തലയിലേക്ക് കൊണ്ടുവയ്ക്കുകയാണ്. അതിൽ ആ വോട്ട് ചേർക്കപ്പെട്ടത് അങ്ങനെ 2 വോട്ടുണ്ട് എന്നുള്ളത് അത്തരം കാര്യത്തിനകത്ത് ആരെങ്കിലും അവർ സുഹമോട്ടോ ചെയ്തോ, അതല്ല LDF ആണോ ചേർത്തത്, അല്ല UDF ആണോ ചേർത്തത്, അല്ല BJP NDA ആണോ ചേർത്തത്, അങ്ങനെ ഒരു കാര്യത്തിൻ്റെ ഒന്നുമില്ല. അപ്പോഴേ അങ്ങ് പ്രഖ്യാപിക്കുകയാണ് നിങ്ങളാണ് ചേർത്തത് എന്നുള്ള നിലയിലേക്ക്. അപ്പോൾ ഇത് പറഞ്ഞല്ലോ, അവിടെ BJP-യുടെ വോട്ട് 2 ലക്ഷത്തോളമായി വർദ്ധിച്ചു എന്ന് പറയുമ്പോൾ ഈ പറയുന്ന കണക്കിനകത്തുള്ള വോട്ടർമാർ അത്തരത്തിൽ ചേർക്കുന്നതിന് വേണ്ടി BJP വ്യാപകമായി ശ്രമിച്ചില്ല എന്ന് പറയാൻ കഴിയുമോ? ഇവിടെ ഇപ്പോൾ തൃശ്ശൂരിൽ ഒരു കാര്യമെടുത്തു. അദ്ദേഹത്തിൻ്റെ വിജയത്തെ ഞാൻ ചോദ്യം ചെയ്തുകൊണ്ട് എന്തെങ്കിലും ഒരു കാര്യത്തിൻ്റെതല്ല ഈ പറയുന്നത്. ഇത് ആസൂത്രിതമാണ് എന്ന് പറയുന്നതിൻ്റെ കാരണം, ഇപ്പം ഞാനിപ്പോൾ ഇത് പറയുമ്പോൾ ഏതെങ്കിലും നേതാവിനെ പറ്റിയൊന്നും പറഞ്ഞിട്ട് മാത്രമല്ല, ബീഹാറിലെ ഉപമുഖ്യമന്ത്രിക്ക് ഇത്തരത്തിൽ 2 സ്ഥലത്ത് വോട്ടും 2 ഐഡന്റിറ്റി കാർഡും ഇപ്പോഴും കയ്യിലിരിക്കുന്നു എന്ന്, 2 ഐഡന്റിറ്റി കാർഡും കയ്യിലിരിക്കുന്നു എന്ന് രാഷ്ട്രീയ ജനതാദളിൻ്റെ നേതാവ് ശ്രീ തേജസ്വി യാദവ് അങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചതിനെ തുടർന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആ സംസ്ഥാനത്തെ ഉപമുഖ്യമന്ത്രിക്ക് നോട്ടീസ് അയച്ചിരിക്കുകയാണ്. അപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇക്കാര്യത്തിലെല്ലാം ഇടപെടാൻ കഴിയും. നമ്മളിപ്പോൾ എന്താണ്, ഇപ്പോൾ ഇന്നലെ ചില ആളുകൾ പറഞ്ഞു ഈ ഉദ്യോഗസ്ഥർ BLA എന്നത് ബൂത്ത് ലെവൽ ഏജന്റാണ്, പാർട്ടിക്കാരുടെ ബൂത്ത് ലെവൽ ഏജന്റായിട്ടുള്ള ആൾ ചെന്നാൽ നമ്മുടെ നാട്ടിലെ സമ്പന്നരുടെ വീട്ടിൽ അവരെ, അതെ, രാഷ്ട്രീയ കക്ഷികളാണല്ലോ. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവർക്ക് BLOയുടെ കാര്യമാണ്. BLO എന്ന് പറയുന്നത് റവന്യൂ വകുപ്പിന് നിയന്ത്രണമുള്ള ആളുകൾ കൂടിയാണല്ലോ. BLO ഇക്കാര്യത്തിൽ ഞാനിപ്പോൾ നേരത്തെ ഒരു കാര്യം പറഞ്ഞു. ഒരു ബൂത്ത് നമ്പർ 30 ഇങ്ങനെയുള്ള ഒരു കാര്യമുണ്ട് എന്ന് BLOമാർ അറിയിച്ചത് അവിടുത്തെ വരണാധികാരി അക്കാര്യത്തിൽ എടുത്തില്ല, മുഖവിലേക്ക് എടുത്തില്ല. ഒറ്റ ബൂത്തിലെ മാത്രം 53 പേരുടെ കാര്യമാണ് പറഞ്ഞത്. ഒരു പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ എത്ര ബൂത്ത് ഉണ്ടാവും? അപ്പോൾ ഏതാണ്ട് 1200-1300 ബൂത്ത് ഉണ്ടാവും അല്ലേ? പല ബൂത്തുകളിലും ഏറെയും കുറഞ്ഞ ഇത്തരം കാര്യങ്ങൾ ഉണ്ടാവും. അപ്പോൾ ഇത് ആര് ചെയ്താലും ചെയ്തില്ലെങ്കിലും ഇക്കാര്യത്തെ സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചീഫ് സെക്രട്ടറിയും DGP മുതൽ ഒരു പോലീസ് സ്റ്റേഷനിലെ പാറാവുകാരനും വില്ലേജ് ഓഫീസറും പിയൂണും അടക്കം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കീഴിലാണ് ആണല്ലോ. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പശ്ചിമ ബംഗാളിലെ ചീഫ് സെക്രട്ടറിയെ വിളിച്ചു വരുത്തിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെട്ട് കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിന്റെ ഭരണഘടനാപരമായ ഉത്തരവാദിത്വം നിർവഹിക്കുകയാണ് വേണ്ടത്. ഇവിടെ കേരളത്തിൽ ഉൾപ്പെടെയുള്ള പലയിടങ്ങളിലും BJP എന്ത് ചെയ്യുമെന്നുള്ളത് ഞാൻ വേറെ കൂടുതൽ നേരെ ഒന്നും എടുക്കുന്നില്ല. നമ്മൾ ഫെബ്രുവരി മാസത്തിൽ ഒരു ചർച്ച നടത്തിയല്ലോ, ഓർമ്മയില്ലേ? 2024 നമ്മൾ ഈ പറയുന്ന പിന്നീട് ഇങ്ങോട്ടേക്കൊക്കെ വന്നപ്പോഴത്തേക്ക് തെരഞ്ഞെടുപ്പെല്ലാം കഴിഞ്ഞിട്ട് നമ്മളൊരു ചർച്ച, ഓർമ്മയില്ലേ മഞ്ജുഷ? ഞാനും മഞ്ജുഷിനോടൊപ്പമാണ് ആ ചർച്ചയിൽ പങ്കെടുത്തതെന്നാണ് എനിക്ക് തോന്നുന്നത്. 2-3 TV ചർച്ചകളിൽ ഒന്ന് അതായത് പല ചർച്ചകളിലും ഉണ്ടായത്. ഏത് ചർച്ചയാണ് എടുത്തു പറയുന്നത് താങ്കൾ? ഏതാണ്? ചണ്ഡീഗഡിലെ മേയർ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയാണ് ആസൂത്രിതമായി ജയിച്ച സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തിയിട്ട് തോറ്റ സ്ഥാനാർത്ഥിയെ ജയിച്ചതായി നാമനിർദ്ദേശം ചെയ്യപ്പെട്ടു വന്നതായ ഒരു BJP അംഗം ഭരണാധികാരിയായി പ്രഖ്യാപിക്കപ്പെട്ട് എങ്ങനെയാണ് അവിടെ തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ചതെന്ന് നല്ല ഓർമ്മയുണ്ടല്ലോ മഞ്ജുഷേ? ഓർമ്മയില്ലേ? 8 വോട്ടുകളാണ് ആ വിധത്തിൽ വെട്ടി നീക്കിയത്. എങ്ങനെ ചെയ്തത്? എന്നിട്ട് സുപ്രീം കോടതി കയ്യോടുകൂടി പിടികൂടി. സുപ്രീം കോടതി കയ്യോടുകൂടി പിടികൂടിയപ്പോൾ എന്താ പറഞ്ഞത് BJP? നമുക്ക് ഒന്നുകൂടി തെരഞ്ഞെടുപ്പ് നടത്താമെന്ന്. ആ CCTV ദൃശ്യങ്ങൾ ഇല്ലായിരുന്നുവെങ്കിൽ സുപ്രീം കോടതിയെ പോലും വഴിതെറ്റിക്കാൻ BJPക്ക് കഴിയുമായിരുന്നു.
എങ്ങനെയാണ്? അതാണിപ്പോൾ ശ്രീ സേനാപതി വേണു പറഞ്ഞത്. ഇക്കാര്യത്തിൽ എത്ര ശാസ്ത്രീയമായി വിദഗ്ധമായി ഇത്തരത്തിലുള്ള മാനിപ്പുലേഷൻസ്, മാക്കിനേഷൻസ്, അത് മണി പവർ ആയാലും മസിൽ പവർ ആയാലും ഉപയോഗിച്ചുകൊണ്ട് നടത്തുക എന്നുള്ളത്. ശരി, അതൊക്കെ ഞാൻ സമ്മതിച്ചു. പക്ഷേ ഞാൻ പറയട്ടെ, ഈ വോട്ടർ പട്ടിക ശുദ്ധീകരിക്കണം എന്നുള്ള കാര്യത്തിൽ ഈ അനാവശ്യമായി ഇടം പിടിച്ച ആളുകളെ ഒഴിവാക്കി വോട്ടർ പട്ടിക ശുദ്ധീകരിക്കണം എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ലല്ലോ. താങ്കളും അതിനോട് അനുകൂലിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ശരി BJPക്കൊപ്പം നിൽക്കുന്നവരാണ്, അങ്ങനെയാണല്ലോ ആരോപണം വരുന്നത്. അങ്ങനെയെങ്കിൽ ഈ ആറ്റിങ്ങൽ മണ്ഡലം തന്നെ എടുക്കൂ. 1,64,000 ആളുകളുടെ പേര് നീക്കം ചെയ്യണം എന്നാണ് അടൂർ പ്രകാശ് പറയുന്നത്. കാരണം അത്രയും ആളുകൾ ഇരട്ട വോട്ടുകൾ അല്ലെങ്കിൽ മരിച്ച ആളുകൾ, അതുപോലെ തന്നെ മറ്റൊരു മണ്ഡലത്തിലെ വോട്ടർ പട്ടികയിലുള്ളവർ, അതാണല്ലോ ഇരട്ട വോട്ട് എന്ന് പറയുന്നത്. ഇങ്ങനെയൊക്കെ ഉള്ള ആളുകളാണ്. അതിന് അദ്ദേഹം പറയുന്നത് ഈ ഫോം 7 ഞാൻ ഫില്ല് ചെയ്ത് കൊടുക്കണം, ഇത്രയും ആളുകളുടെ പേര് മാറ്റുന്നതിന് വേണ്ടി ഞാൻ ഫില്ല് ചെയ്ത് കൊടുക്കണം എന്നുള്ളതാണ്. താങ്കളും മുൻകൈ എടുക്കുമോ ഇത്രയും ആളുകളെ മാറ്റാൻ? ആരാണോ അതിൽ നിന്ന് പിന്നാക്കം നിൽക്കുന്നത് അവർക്ക് വേണ്ടിയാണ് ആ വോട്ട് ചേർത്തിട്ടുള്ളത് എന്ന കാര്യത്തിൽ സംശയമില്ല. അടൂർ പ്രകാശ് അതിന് മുന്നിൽ നിൽക്കുകയാണ്, ഈ വോട്ടുകൾ മാറ്റണം എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനോട് സഹകരിക്കാത്തവരല്ലേ അതിന് ഉത്തരവാദികൾ? ആ വോട്ടുകൾ ചേർത്ത ആളുകൾ അവിടെ കിടന്നോട്ടെ എന്ന് വിചാരിക്കുന്നവരിൽ അതും BJPക്കാരാണോ? അതാണ് ഞാൻ ചോദിക്കുന്നത്. അത് ഞാൻ ആവർത്തിച്ച് ചോദിക്കുന്നത് അതുകൊണ്ടാണ്. മഞ്ജുഷ അത് ചോദിച്ചത് നന്നായി. ഞാൻ ഇപ്പോൾ താങ്കൾ പറഞ്ഞതായ ആ ജനപ്രതിനിധിയെ പരിശുദ്ധനും പുണ്യവാളനുമായിട്ടൊന്നും മുദ്ര കുത്താൻ ഞാൻ ആളല്ല. അത്രേ ഞാനിപ്പോൾ പറയുന്നുള്ളൂ. ഇവിടെ വോട്ട് ചേർത്തത് അദ്ദേഹമാണോ? അതല്ല. മത്സരിച്ചത് നേരത്തെ MP ആയിരുന്ന സമ്പത്താണോ? അതല്ല. മത്സരിച്ച് കൂടുതൽ വോട്ട് ലഭിച്ചു BJPയുടെ സ്ഥാനാർത്ഥി ശ്രീമതി ശോഭാ സുരേന്ദ്രനാണോ? അല്ല. ഇതിൽ കുറെ ആളുകൾ സ്വമനസാലെ വന്ന അത്തരത്തിൽ ചേർത്തതാണോ? ഇനി ആരെങ്കിലും ഭീഷണിപ്പെടുത്തിയത് കൊണ്ട് അങ്ങനെ കൈയോടുകൂടി പിടിക്കും എന്നുള്ളത് കൊണ്ട് 52,000 പേര് വന്നില്ല എന്നുള്ളതാണോ? നമ്മൾ അത്തരത്തിലല്ല ഈ കാര്യത്തിൽ. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇക്കാര്യത്തെ സംബന്ധിച്ച് പരിശോധിക്കണം. അത് രാജ്യവ്യാപകമായി പരിശോധന നടത്തണം. അതിൽ സെറല്ല വേണ്ടത്, ബീഹാറിലെ സെറല്ല അത്തരം ഒരു കാര്യത്തെ സംബന്ധിച്ച് വേണ്ടത്. അല്ല, അപ്പോൾ എലിമിനേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് പ്രശ്നം, ബീഹാറിൽ എലിമിനേറ്റ് ചെയ്യുന്ന സമയത്ത് അതല്ല, അനർഹരെ കണ്ടെത്തി എലിമിനേറ്റ് ചെയ്താലും പ്രശ്നം, അവരവിടെ കിടന്നാലും പ്രശ്നം. ഇപ്പൊ അങ്ങനെയാണെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇക്കാര്യത്തിൽ ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല. ആ പട്ടിക അങ്ങനെ തന്നെ ഇങ്ങനെ തന്നെ നേടാൻ പോകണമെന്ന് പറയേണ്ടി വരും. അല്ലല്ല ഇപ്പൊ അല്ലല്ല മഞ്ജുഷ, ഒറ്റ കാര്യം നമ്മൾ ഇതിനകത്ത് പങ്കെടുക്കുന്ന ആളുകളിൽ എനിക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം, ഞാനാണല്ലോ നിങ്ങളിൽ കുറച്ച് പ്രായം കൂടുതലുള്ള ഒരാൾ. ശ്രീ സേനാപതി വേണു എൻ്റെ പ്രായത്തിലെത്തുമായിരിക്കും, ചിലപ്പോൾ എന്നെക്കാൾ പ്രായം കൂടുതലായിരിക്കും. എൻ്റെ അച്ഛൻ്റെ ജനന സർട്ടിഫിക്കറ്റ് ഹാജരാക്കണമെന്ന് പറഞ്ഞാൽ എനിക്ക് വോട്ടുണ്ടാവില്ല. എൻ്റെ അമ്മയുടെ അച്ഛൻ്റെയും വിവാഹ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണമെന്ന് പറഞ്ഞാൽ എനിക്ക് വോട്ടുണ്ടാവില്ല. വീണ്ടും തെറ്റിദ്ധരിപ്പിക്കരുത്. 2003 ശേഷമുള്ള ആൾക്കാരുടെ മാത്രമാണ് ബർത്ത് സർട്ടിഫിക്കറ്റ് കാണിക്കാൻ പറഞ്ഞിരിക്കുന്നത്. സാർ വീണ്ടും തെറ്റിദ്ധരിപ്പിക്കരുത്. സാർ അങ്ങ് വളരെ സീനിയർ ആയിട്ടുള്ള ആളാണ്, അങ്ങ് വീണ്ടും തെറ്റിദ്ധരിപ്പിക്കരുത്. 2003 ശേഷമുള്ള ആൾക്കാരുടെ മാത്രമാണ് ബർത്ത് സർട്ടിഫിക്കറ്റ് കാണിക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത്, SL സർട്ടിഫിക്കറ്റ് കാണിക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത്. അതിനു മുമ്പ് വോട്ടർ പട്ടികയിൽ ഉണ്ടായിരുന്ന ഒരാളുടെയും ബർത്ത് സർട്ടിഫിക്കറ്റ് കാണിക്കാൻ വേണ്ടി പറഞ്ഞിട്ടില്ല. അല്ല, അപ്പോൾ ഈ മാതാവിന്റെയും പിതാവിന്റെയും ഒക്കെ ജനന സർട്ടിഫിക്കറ്റ് കാണിക്കാനായി അവിടുത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യപ്പെട്ടത് ഇല്ല എന്നാണോ ഗോകുല് പറയണത്? തീർച്ചയായിട്ടും സാർ. കാരണം 2003 ശേഷമാണ്. അതിന് മുമ്പുള്ളവരുടെ ഇയർ ലിമിറ്റ് ഉണ്ട്, ടൈം ലിമിറ്റ് ഉണ്ട്. അല്ലാണ്ട് ഇപ്പൊ 2000 ഇപ്പൊ എന്റെ ബർത്ത് സർട്ടിഫിക്കറ്റ് ചോദിച്ചാൽ പോലും ഉണ്ടാവില്ല, പക്ഷെ എനിക്ക് SL സർട്ടിഫിക്കറ്റ് ഉണ്ടാവുമല്ലോ. ഇപ്പൊ 1990s 90s കിഡ്സ് എന്ന് വിളിക്കുന്ന ആൾക്കാർക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. 90s കിഡ്സിന്റെ ബർത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ടാവില്ല. 2000 ശേഷമുള്ളവരുടെയിലാണ് കൂടുതലും ബർത്ത് സർട്ടിഫിക്കറ്റ് കൂടുതലായിട്ട് ഉണ്ടാവുക. നമ്മുടെ ഉള്ളത് പ്രധാനമായിട്ടും SL സർട്ടിഫിക്കറ്റ് ആണ് നമ്മുടെയിലൊക്കെ ഉണ്ടാവുക. അപ്പൊ അതുകൊണ്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് 2003 ശേഷമുള്ള ആൾക്കാർ എന്നുള്ളത് വളരെ കട്ട് ഓഫ് ആയിട്ട് തന്നെ എടുത്ത് പറഞ്ഞിട്ടുണ്ട് അതിനകത്ത്. ഞാൻ ശ്രീ യുവരാജ് ഗോകുൽ പറഞ്ഞ കാര്യത്തോട് ഞാൻ സ്നേഹപൂർവ്വം വിയോജിപ്പ് രേഖപ്പെടുത്തുന്നത്, അദ്ദേഹം പറയുന്നത് കേരളത്തിലെ കാര്യമാണ്. എല്ലാ കുട്ടികളും സ്കൂളിലേക്ക് പോകുന്നത് കൊണ്ട് അത്തരത്തിൽ ആ സ്കൂളിൽ ചേരുന്ന കുട്ടികളുടേതായിട്ടുള്ള അവരുടെ ഒരു സ്കൂൾ രേഖ ഉണ്ടാവും. എല്ലാവരും 10ാം ക്ലാസ്സിലേക്ക് എത്തിയില്ലെങ്കിലും ഈ പറയുന്ന സ്കൂൾ രേഖ ഉണ്ട്. നമ്മൾ പറയുന്ന ബീഹാറിനെ കുറിച്ചാണ്. ഞാൻ ബീഹാറിന്റെ കാര്യം തന്നെയാണ് സാർ പറയുന്നത്. പെൺകുട്ടികൾ പള്ളിക്കൂടത്തിൽ എത്താത്ത ഒരു നാടിനെ കുറിച്ചാണ് അല്ലേ സാർ. ഞാൻ പറഞ്ഞത് ഒരു ഉദാഹരണം മാത്രമാണ് പറഞ്ഞത്. SL സർട്ടിഫിക്കറ്റ് എന്നുള്ളത് പലതരത്തിലുള്ള സർട്ടിഫിക്കറ്റ്, എനിക്ക് തോന്നുന്നു 11 ഡോക്യുമെന്റുകൾ എന്തോ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ 11 ബീഹാറിലാണോ SSL
SSLC സർട്ടിഫിക്കറ്റ് അല്ല, അതാണ് ഞാൻ പറഞ്ഞത് സാർ. SSLC സർട്ടിഫിക്കറ്റ് ഓർ എന്ന് പറഞ്ഞിട്ട് 11 രേഖകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതിൽ ഏതെങ്കിലും ഒന്ന് പ്രൊവൈഡ് ചെയ്താൽ മതി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 2003 ശേഷമുള്ളവർ SSLC സർട്ടിഫിക്കറ്റോ അല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് ക്ഷേമ പെൻഷൻ കിട്ടുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള രേഖകളോ അല്ലാന്നുണ്ടെങ്കിൽ ഗവൺമെന്റുമായി ബന്ധപ്പെട്ടിരിക്കുന്ന മറ്റു കാര്യങ്ങളോ, അങ്ങനെ 11 രേഖകൾ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് സുപ്രീം കോടതി ചോദിക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഇത് ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ ഇവരിവിടെ ജീവിക്കുന്നവരാണെന്നുള്ളതിന് എന്താണ് തെളിവ് എന്ന് സുപ്രീം കോടതി പോലും ഈ കേസുമായിട്ട് പോയ എതിർപക്ഷത്തോട് ചോദിക്കുന്ന സാഹചര്യം ഉണ്ടായത്. അതുകൊണ്ടാണ് ഈ 10 11 എനിക്ക് പെട്ടെന്ന് എല്ലാം കൂടി ലിസ്റ്റ് ചെയ്ത് പറയാൻ സാധിക്കുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഈ 10 11 കാര്യങ്ങളിൽ ഒന്നുപോലും ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ എങ്ങനെയാണ് ഇവിടെ ജീവിക്കുന്നവരാണ് എന്ന് പറയുന്നതെന്നാണ് സുപ്രീം കോടതി തന്നെ ചോദിച്ചിരിക്കുന്നത്. ഈ 2003 ശേഷമുള്ളവരില്ലേ, പോട്ടെ 1960 ജനിച്ചവർ, 70 ജനിച്ചവർ, 80 ജനിച്ചവർക്ക് ഇവർക്ക് ഇതൊന്നും ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ മനസ്സിലാവുന്നേ. ഈ 2003 ശേഷമുള്ളവർക്ക് ഇതൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഇവരാരാ, എന്താ, ഇവരെവിടുന്ന് വന്നതാ, ഇവരെവിടെ ജീവിക്കുന്നവരാ, എവിടുത്തുകാരാ ഇവരൊക്കെ ഇവിടെ ഉണ്ടാവണോ? നിങ്ങൾക്ക് എന്തിനാ ഇത്ര നിർബന്ധം? ആധാറിന്റെ കാര്യത്തിലും തീർച്ചയായിട്ടും ആധാറിന് എങ്ങനെയാണ് സിറ്റിസൺഷിപ്പ് ആയിട്ട് കാണാൻ കഴിയുക? വോട്ട് ആർക്കാ ഉള്ളത്? സിറ്റിസൺസിനാണുള്ളത്. ഇന്ത്യൻ സിറ്റിസൺസിനാണ് ഇന്ത്യൻ ഗവൺമെന്റിനെ തെരഞ്ഞെടുക്കാനുള്ള അവകാശം. ആധാറിനെ ഒരിക്കലും അങ്ങനെ കാണാൻ വേണ്ടി സാധിക്കില്ല. അല്ല, അതിന് വിമർശനവുമുണ്ട്. ആധാർ അംഗീകരിച്ചുകൂടെ എന്ന് ചോദിക്കുന്നുണ്ട് സുപ്രീം കോടതി. അല്ല, ആധാർ നമുക്ക് വോട്ടർ പട്ടികയുമായിട്ട് ബന്ധിപ്പിക്കുവാൻ വേണ്ടിയിട്ട് പിന്നീട് ഉപയോഗിക്കാം. ഞാൻ പറയുന്നത് ഈ പറയുന്ന വോട്ടർ പട്ടിക എന്ന് പറയുന്ന ഈ കാര്യത്തിന് വ്യക്തമായിട്ട് ക്ലിയർ ചെയ്യണം. ഞാൻ ഒരു കാര്യം മഞ്ജുഷ വളരെ വ്യക്തമായിട്ട് പറയാം. ഇപ്പൊ ഈ രാഹുൽ ഗാന്ധി തുറന്നു വിട്ടിരിക്കുന്ന ഈ പണ്ടോര ബോക്സിന്റെ ഏറ്റവും ആത്യന്തികമായ ഗുണഭോക്താക്കളാകാൻ പോകുന്നത് ഞങ്ങളാണ്. ഞങ്ങൾക്ക് അതിനകത്ത് 100% സന്തോഷം മാത്രമേ ഉള്ളൂ. കാരണം രാഹുൽ ഗാന്ധി എന്ന് പറയുന്നത് ഞങ്ങളുടെ ഏറ്റവും വലിയ ട്രംപ് കാർഡെന്ന് ഞങ്ങൾ വിശ്വസിക്കാൻ കാരണം അതാണ്. കാരണം ഞങ്ങൾക്കിപ്പോൾ ഞാനൊരു ഉദാഹരണം പറയാം. തിരുവനന്തപുരത്ത് ഇപ്പോൾ ഭീമാവള്ളി മേഖലയിൽ കയറി ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് പല വീടുകളിലൊന്നും പോകാൻ വേണ്ടിയിട്ടൊന്നും സാധിക്കില്ല. നമുക്ക് ഈ പറയുന്ന പല സ്ഥലങ്ങളിലും പോകാനോ ഞങ്ങളുടെ ബൂത്ത് ലെവൽ ഏജന്റുമാർക്ക് അവിടെ എന്താണ് നടക്കുന്നതെന്ന് വെരിഫൈ ചെയ്യാൻ പോലും പറ്റാത്ത സ്ഥലങ്ങൾ കേരളത്തിലുണ്ട്, തമിഴ്നാട്ടിലുണ്ട്, UP-യിലുണ്ട്, ബീഹാറിലുണ്ട്, എല്ലായിടത്തും ഉണ്ട്. കൃത്യമായിട്ട് ഇതിന് ആധാറുമായിട്ട് ലിങ്ക് ചെയ്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് ശുദ്ധീകരിക്കപ്പെടുന്നത്, ഇത് ശുദ്ധീകരിക്കപ്പെടണം എന്ന് തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. 200% ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഞങ്ങൾക്ക് അതിനകത്ത് യാതൊരു ബുദ്ധിമുട്ടുമില്ല. നിങ്ങളിത് ശുദ്ധീകരിക്കാനുള്ള പ്രക്രിയ തുടങ്ങി വെക്കണം, നിങ്ങളായിട്ട് തന്നെ തുടങ്ങണം. ശരി, സമ്പത്ത്, ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെതായ ഔദ്യോഗിക വക്താവ് എന്നുള്ളൊരു പട്ടം ശ്രീ യുവരാജ് ഗോകുലിന് കിട്ടിയാൽ അത് നന്നായിരിക്കും. ഞാനതിൽ സന്തോഷിക്കും. ബീഹാറിലെ ഈ സർ എന്നുള്ളത് സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് അടുത്തു വന്നിരിക്കുന്ന പ്രഖ്യാപിക്കുന്നതിന്റെ തൊട്ട് മുമ്പ് ഇത്തരത്തിൽ വളരെ പെട്ടെന്ന് ഇത്തരം കാര്യം വരുന്നതുമായി ബന്ധപ്പെട്ട് റേഷൻ കാർഡ് അതിൽ പെടുത്താത്തത് എന്താ? ഇന്ത്യൻ പൗരന്മാർക്കല്ലേ റേഷൻ കാർഡ് കൊടുക്കൂ. എന്താ റേഷൻ കാർഡ് കൊടുത്തില്ല? അന്നവിചാരമാണല്ലോ, മുന്നവിചാരം ഇല്ല അല്ലേ? ഈ ആധാർ കാർഡ് എടുക്കണമെന്നുള്ളതിനെ സംബന്ധിച്ചുള്ള ആധാർ കാർഡ് വന്നത് തന്നെ എങ്ങനെയാണെന്നറിയോ മഞ്ജുഷേ? ഒരു ഫൈനാൻസ് ബില്ലിന്റെ അറ്റത്ത് കൊണ്ടുവന്ന് ചേർത്തിട്ടാണ് കൊണ്ടുവന്നത്. അങ്ങനെ ലോക്സഭയിലുള്ള ഭൂരിപക്ഷം ഉപയോഗിച്ചാണ് ഈ ആധാർ കാർഡ് വരുന്നത്. അല്ല, രാജ്യസഭയും ലോക്സഭയും പാസ്സാക്കി വന്നിട്ടുള്ള ഒരു നിയമനിർമ്മാണ പ്രക്രിയയുടെ ഭാഗമല്ല, ഫൈനാൻസ് ബില്ലിന്റെ ഭാഗമായി വന്നു. ഈ ആധാർ കാർഡ് അത്തരത്തിൽ കോടിക്കണക്കിന് ആളുകൾ കൊണ്ട് ഈ ആധാർ കാർഡ് ഉള്ളവരെല്ലാം ഇന്ത്യൻ പൗരത്വം കൊടുക്കണമെന്നുള്ളതല്ല വിഷയം. ഒരാൾക്ക് വോട്ടവകാശം കിട്ടണം. അങ്ങനെ ആ വോട്ടിന് വേണ്ടി ഈ ആധാർ കാർഡ് ഇതിലെ ഒരു ബന്ധപ്പെട്ടതായ ഒരു രേഖയായി അംഗീകരിച്ചുകൂടെ എന്നുള്ളതാണ്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഈ പറയുന്നതായിട്ടുള്ള ജനന സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നു. ജനന സർട്ടിഫിക്കറ്റിൽ ഇന്ന ആളുടെ പുത്രൻ, പുത്രി, ഇന്ന ആളുടെ കുട്ടി, ബേബി ഓഫ് ഇന്നത്, ഇങ്ങനെയൊക്കെയാണല്ലോ എഴുതുക. അപ്പോൾ ആ ഒരു കാര്യത്തിൽ എങ്ങനെ അത് നമ്മൾ അതുകൊണ്ട് മാത്രം അത് പൗരത്വത്തിന്റെ അടിസ്ഥാന ഘടകമായി മാറ്റുമോ? ഇല്ലല്ലോ. പൗരത്വം അത് സംബന്ധിച്ച് നിങ്ങൾക്ക് വേണ്ടത് ഈ NPR, CAA, അതിൽ നിന്നെല്ലാം വന്നിട്ട് 1 നേഷൻ 1 ഇലക്ഷൻ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കെല്ലാം പോവുക. അദ്ദേഹം ഇവിടെ ചോദിച്ച ചില ചോദ്യങ്ങൾ ഈ രീതിയിലാണ് BJP പ്രചരിപ്പിക്കുന്നതെങ്കിൽ ഭാവിയിൽ നമ്മുടെ പലരുടെയും പിന്മുറക്കാരോട് ഇവർ ഇത് തന്നെ ചോദിക്കും. ശരി, ഞാൻ അവസാനിപ്പിക്കുകയാണ്. ശരി, എന്തായാലും സുരേഷ് ഗോപിക്കെതിരെയുള്ള പ്രചാരണം ശക്തമാക്കാൻ തന്നെയാണ് UDF-ന്റെയും LDF-ന്റെയും തീരുമാനം. അതേസമയം മറ്റ് സ്ഥലങ്ങളിലെയും ഇത്തരത്തിലുള്ള വോട്ടർ പട്ടിക ക്രമക്കേടുകൾ ചൂണ്ടിക്കാണിക്കുകയാണ് BJP. അതിന്റെ മുന്നോടിയായാണ് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ ചില ഭാഗങ്ങളിൽ വോട്ടർ പട്ടികയിൽ നടന്നിരിക്കുന്ന ക്രമക്കേടുകൾ ചൂണ്ടിക്കാട്ടി ഇപ്പോൾ കുമ്മനം രാജശേഖരൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിരിക്കുന്നത്. നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു. സുരേഷ് ഗോപിക്കെതിരായ വോട്ട് ക്രമക്കേട് ആരോപണം വിശ്വസനീയമോ? അതേയെന്ന് 56% പ്രേക്ഷകർ, അല്ല എന്ന് 42%.
പ്രൈം ഡിബേറ്റ് അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.